Good afternoon. Good afternoon. Good afternoon. Good afternoon. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹൗസ്കീപ്പിംഗ് എവിടെ വരെ എടുത്തു നിർത്തിയത്? Outcome of good housekeeping: avoid and control infection. First point. Okay. ഓക്കെ, നമ്മുടെ ഹൗസ് കീപ്പിംഗ് സർവീസുകളിൽ നമ്മൾ ആ ഒരു ബോക്സ് പഠിച്ചിരുന്നു അല്ലെ, രണ്ട് ടൈപ്സ് അല്ലെ, ഇൻ ഹൗസ് സർവീസസും ഔട്ട്സോഴ്സിംഗ് സർവീസസും പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഔട്ട്കം ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ്, നല്ലൊരു ഹൗസ് കീപ്പിംഗിന്റെ ഔട്ട്കം അല്ലെങ്കിൽ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിയേ, ഫസ്റ്റ് പോയിന്റ്, അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ. എന്താണ്? ഇൻഫെക്ഷൻസിനെ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന അണുബാധകൾ ഉണ്ടാകുന്നതിനെ അവോയ്ഡ് ചെയ്യുക, തടയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കാനും നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് വഴി സാധിക്കുന്നുണ്ട്. രണ്ടാമതായി പറയുന്നത് കർട്ടയിൽ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ. എന്താ കർട്ടയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്ന അല്ലെങ്കിൽ പേഷ്യൻസ് സ്റ്റേ ചെയ്യുക അല്ലെങ്കിൽ താമസിക്കുന്നതിന്റെ ലെങ്ത് അല്ലെങ്കിൽ ദൈർഘ്യം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് വന്ന് അഡ്മിറ്റ് ആയി, ആ പേഷ്യന്റിന് ചിലപ്പോൾ ആ ഹോസ്പിറ്റലിൽ അക്യൂർഡ് ഇൻഫെക്ഷൻസ് വരാം അല്ലെ, ഹോസ്പിറ്റലിൽ നിന്ന് പല അസുഖങ്ങളും പിന്നീട് ബാധിക്കാം. അപ്പൊ എന്താണ്, കുറെ ദിവസം ഒരു ആദ്യത്തെ ഭാഗമായിട്ടും ഹോസ്പിറ്റലിൽ ഒരുപാട് ദിവസം താമസിക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ലെങ്ത് ഓഫ് സ്റ്റേ കുറയ്ക്കാനായിട്ട് നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ഉണ്ടെങ്കിൽ സാധിക്കും. ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ് പ്രോപ്പർ ആയിട്ട് ചെയ്യാതെ വരുമ്പോഴാണ് ഈ പറയുന്ന ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻസ് വരുന്നതോ അതുവഴി ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള പേഷ്യൻസിന് പിന്നെയും മറ്റു രോഗങ്ങൾ വന്ന് ഇൻഫെക്ഷൻസ് വന്ന് അവർ കുറച്ച് ദിവസം കൂടി അവിടെ സ്റ്റേ ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ നല്ല സർവീസുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ലെങ്ത് ഓഫ് സ്റ്റേ, അവരുടെ ആ ഒരു താമസിക്കുന്ന ആ ഒരു ദിവസം, സ്റ്റേ ചെയ്യുന്ന ദിവസത്തിന്റെ അല്ലെങ്കിൽ ദൈർഘ്യം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. തേർഡ് വൺ ആണ് റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് മെഡിക്കൽ കെയർ. നമ്മുടെ ചികിത്സാപരമായിട്ടുള്ള ചിലവുകൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടായിരിക്കും? ഇത് ഒരുപാട് ദിവസം നമ്മൾ അവിടെ ദൈർഘ്യം എടുക്കുന്നില്ല, അവിടെ ട്രീറ്റ്മെന്റുകൾ എടുക്കാനും പെട്ടെന്ന് വീട്ടിലേക്ക് ആ ഒരു ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് പറയുന്നതിന്റെ ആ ഒരു ദൈർഘ്യം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത്. ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്രയധികം ചികിത്സയ്ക്കുള്ള ട്രീറ്റ്മെന്റുകൾക്കുള്ള ചിലവുകൾ നമുക്ക് അതിനോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും അല്ലെ. കുറെ ദിവസം നമ്മൾ അവിടെ താമസിച്ച് ഒരുപാട് ഇൻഫെക്ഷൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടുതൽ എടുത്താണ് അത് മാറാനായിട്ട്, കുറച്ച് ദിവസം കൂടുതൽ എടുക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അവിടെ സ്റ്റേ ചെയ്യണം, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യുമ്പോഴും നമുക്ക് ഒരുപാട് തുക ചിലവാകും. അപ്പൊ നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മെഡിക്കൽ കെയർ അല്ലെങ്കിൽ ചികിത്സാപരമായിട്ടുള്ള ചിലവുകൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഫോർത്ത് വൺ ആണ് കർട്ടയിൽ പേഷ്യന്റ് സഫറിങ്സ്. എന്താ? പേഷ്യൻസിന്റെ സഫറിങ്സ് അല്ലെങ്കിൽ അവരുടെ ദുരിതങ്ങൾ. നമുക്കറിയാം, ചില ഹോസ്പിറ്റലൊക്കെ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സ്മെല്ല് അനുഭവപ്പെടാറുണ്ട്, വൃത്തിഹീനമായിട്ട് കിടക്കാറുണ്ട് ടോയ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ അല്ലെ. അപ്പൊ അവിടെ താമസിക്കുന്ന ഇപ്പൊ ഒരു വാർഡിൽ താമസിക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വളരെ വൃത്തി അല്ലെങ്കിൽ അവർ ഒരുപാട് ദുരിതങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ ഒരു സർവീസ് വഴി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും അല്ലെ അവർക്ക്. അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ പേഷ്യൻസിന്റെ ആ ഒരു ദുരിതങ്ങൾ നമുക്ക് നല്ലൊരു ഗുഡ് സർവീസ്, ഹൗസ് കീപ്പിംഗ് സർവീസ് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്കത് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇന്റൻസിറ്റീസ് പബ്ലിക് റിലേഷൻ. നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അല്ലെ, നല്ലൊരു പബ്ലിക് റിലേഷനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ആ പബ്ലിക് റിലേഷന്റെ തീവ്രത വർദ്ധിപ്പിക്കാനായിട്ട് നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് സഹായിക്കുന്നുണ്ട്. പബ്ലിക്കിന് നല്ല രീതിയിലുള്ള സേവനങ്ങൾ കൊടുക്കുന്നത് വഴി നല്ല രീതിയിലുള്ള ഒരു പബ്ലിക് റിലേഷൻ നമുക്ക് വളർത്തിയെടുക്കാനും സാധിക്കുന്നുണ്ട്. ആ ഇൻക്രീസസ് പോപ്പുലാരിറ്റി എന്നാണ് കേട്ടോ അവിടെ. ഇൻക്രീസസ് പോപ്പുലാരിറ്റി. അതിനോട് ഇൻക്രീസസ് പോപ്പുലാരിറ്റി. എന്താ ഇൻക്രീസ് ചെയ്യുന്നേ? പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ജനപ്രീതി. ആ ഒരു ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ജനപ്രീതി അല്ലെങ്കിൽ പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് വഴി സാധിക്കുന്നുണ്ട്.
Then more visit of patients. എന്താ രോഗികളുടെ കൂടുതൽ സന്ദർശനം അല്ലെ, രോഗികൾ എന്ത് ചെയ്യുന്നു, അവിടേക്ക് കൂടുതലായി സന്ദർശിക്കാനായിട്ട് എത്തുന്നു. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ ഒരുപാട് പേഷ്യൻസ് വരുന്നത് എന്തുകൊണ്ടാണ്, നല്ല രീതിയിലുള്ള സർവീസുകൾ ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നു, നല്ലൊരു വൃത്തിയുള്ള അന്തരീക്ഷമാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, നല്ല രീതിയിലുള്ള ഹൗസ് കീപ്പിംഗ് സർവീസുകൾ അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേഷ്യൻസ് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് സന്ദർശിക്കാനായിട്ട് പല പല കാരണങ്ങളാൽ എത്തുകയും ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ് ആണ് ഗ്രേറ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നാണ് കേട്ടോ. ഗ്രേറ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്തായിരിക്കും, പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് സംതൃപ്തി അല്ലെ. അപ്പൊ വരുന്ന ഓരോ പേഷ്യൻസും ആ ഹോസ്പിറ്റലിൽ നിന്ന് നല്ലൊരു സർവീസുകളാണ് കിട്ടുന്നത്, നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ആണ് കീപ്പ് ചെയ്യുന്നത്. അവർ വരുമ്പോൾ ആ ഹോസ്പിറ്റൽ വളരെ വൃത്തിയായിട്ട് തോന്നുന്നു, അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സേവനങ്ങളും അതിന്റെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കുന്നു. അപ്പൊ പേഷ്യൻസിന് ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി കിട്ടുകയും അതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ പേഷ്യൻസ് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വീണ്ടും വീണ്ടും വരാനായിട്ട് അത് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഔട്ട്കം അല്ലെങ്കിൽ ഫലങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നോക്കി ഒന്നുകൂടി ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞേ, അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അണുബാധകൾ ഉണ്ടാകുന്നതിനെ തടയുകയും നിയന്ത്രിക്കുകയും ചെയ്യാനായിട്ട് നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് വഴി സാധിക്കുന്നുണ്ട്. രണ്ടാമതായി പറഞ്ഞത് കർട്ടയിൽ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ. ഒരുപാട് നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്ന അല്ലെങ്കിൽ താമസിക്കുന്നതിന്റെ ആ ഒരു ദൈർഘ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഹോസ്പിറ്റലിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻസ് പോലെയുള്ള ഇൻഫെക്ഷൻസ് വരുന്നതിനെ നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ആണെങ്കിൽ അത് വരാനുള്ള ചാൻസ് കുറവാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ലെങ്ത് ഓഫ് സ്റ്റേയുടെ ദൈർഘ്യം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ എന്താണ്, റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് മെഡിക്കൽ കെയർ. ചികിത്സാപരമായിട്ടുള്ള ചിലവുകളും അതിനോടൊപ്പം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഫോർത്ത് വൺ എന്താ പറഞ്ഞ, പേഷ്യന്റ് സഫറിങ്സ്. പേഷ്യൻസിന്റെ ബുദ്ധിമുട്ടുകൾ അല്ലെ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളെല്ലാം നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ചെയ്യുന്നതിലൂടെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഇന്റൻസിറ്റീസ് പബ്ലിക് റിലേഷൻ എന്താ, നല്ലൊരു പബ്ലിക് റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ പബ്ലിക് റിലേഷന്റെ തീവ്രത വർദ്ധിപ്പിക്കാനായിട്ട് നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് വഴി സാധിക്കുന്നുണ്ട്. മോർ വിസിറ്റ് ഓഫ് പേഷ്യൻസ്. ഒരുപാട് പേഷ്യൻസ് അവിടെ സന്ദർശനത്തിനാൽ രോഗികള് വളരുകയാണ്. അപ്പൊ അതിനനുസരിച്ച് തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് നമുക്ക് പറയാം അല്ലെ, പേഷ്യൻസിന്റെ സംതൃപ്തി. അപ്പൊ നല്ല രീതിയിൽ ആ പേഷ്യൻസ് ഓരോരുത്തരും ഈ സർവീസുകളിൽ സംതൃപ്തരാണെങ്കിൽ മാത്രമാണ് പുതിയതായിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ നിലവിലുള്ള പേഷ്യൻസും ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പിന്നെയും സന്ദർശനത്തിനായിട്ട് വരികയുള്ളൂ. ഇതെല്ലാം നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഔട്ട്കം അല്ലെങ്കിൽ ഫലങ്ങളാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Okay. Then next one ആണ്, what is a hospital housekeeping checklist? എന്താണ് ഒരു hospital housekeeping checklist? നോക്കിയേ, a hospital housekeeping checklist is used by hospital housekeepers to encourage a sterile environment in patient rooms and avoid the spread of hospital acquired infections. എന്താണ് ഒരു ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്? അത് ഉപയോഗിക്കുന്ന ആളുകൾ ആരാണ്? യൂസ്ഡ് ബൈ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ്. ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പേഴ്സ് ഉപയോഗിക്കുന്നവയാണ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റുകൾ. എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? ടു എൻകറേജ് എ സ്റ്റെറൈൽ എൻവയോൺമെന്റ് ഇൻ പേഷ്യന്റ് റൂംസ്. രോഗികളുടെ മുറികള് അണുവിമുക്തമാക്കണോ അല്ലെ, സ്റ്റെറൈൽ എൻവയോൺമെന്റ് അണുവിമുക്തമാക്കുന്നതിനായിട്ട് എൻകറേജ് ചെയ്യുക, പ്രോത്സാഹനം നൽകുന്നതിനായിട്ട്. ആൻഡ് അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നതിൽ പകരുന്നതിനെ തടയുന്നതിന് വേണ്ടിയും ഒരു ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പേഴ്സ് ഉപയോഗിക്കുന്ന ഒന്നാണ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഒരു ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്? ഇസ് യൂസ്ഡ് ബൈ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ്. അത് ഉപയോഗിക്കുന്നവരാരാണ്? ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പേഴ്സ് ആണ്. എന്തിനു വേണ്ടിയാണ് അത് അവർ ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്? ടു എൻകറേജ് സ്റ്റെറൈൽ എൻവയോൺമെന്റ് ഇൻ പേഷ്യന്റ് റൂംസ്. രോഗികളുടെ മുറികളിൽ ഒരു നല്ല സ്റ്റെറൈൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ അണുവിമുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കാനും. ആൻഡ് അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻസ്. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നതിനെ പകരുന്നതിനെ തടയുന്നതിനും വേണ്ടി ഹോസ്പിറ്റൽ
ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ഉപയോഗിക്കുന്ന ഒന്നാണ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റുകൾ എന്ന് പറയുന്നത്. Then the checklist has been formed to make it easier for hospitals to follow hospital housekeeping standard operating procedures, that is SOP, and such as high-touch surfaces, room zoning and cleaning path. എന്താണ്? The checklist has been formed to make it easier. ഈ ചെക്ക്ലിസ്റ്റ് രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? To make it easier for hospitals. ഹോസ്പിറ്റലിന് ഫോം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റണം, മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ചെക്ക് ലിസ്റ്റുകൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. As to follow hospital housekeeping standard operating procedures. ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് SOP അത് നോട്ട് ചെയ്ത് വെച്ചേ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിലെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്? സച്ച് ആസ് ഹൈ ടച്ച് സർഫസ്, എന്താ ഉയർന്ന നമ്മൾ തൊടുന്ന പ്രതലങ്ങളിലെ ഉയർന്ന സ്പർശന പ്രതലങ്ങൾ അല്ലെ, ഏറ്റവും കൂടുതൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സർഫസുകൾ എവിടെയാണോ ആ പറയുന്ന ഏരിയകള്. റൂം സോണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ റൂമുകളിൽ തന്നെ പല ഏരിയാസ് ആയിട്ട് ചിലപ്പോ വല്ല സ്ക്രീൻ വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ബ്രേക്ക് ചെയ്ത് 2 or 3 ഭാഗങ്ങളാക്കി തിരിക്കാറുണ്ട് അല്ലെ. ഹോസ്പിറ്റലിലെ റൂമുകള്, ചില റൂമുകളൊക്കെ നമ്മൾ അങ്ങനെ ബ്രേക്ക് ചെയ്ത് 2 or 3 ഭാഗങ്ങളായിട്ട് തിരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇടങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ എന്താ കോണ്ടാക്റ്റിൽ വരുന്ന ഇടങ്ങളായതുകൊണ്ട് അങ്ങനെയുള്ള ഇടങ്ങള് ക്ലീൻ ചെയ്യണം അല്ലെ. ആൻഡ് ക്ലീനിങ് പാത്ത്, നമ്മൾ എപ്പോഴും നടക്കുന്ന പാതകൾ അല്ലെങ്കിൽ പബ്ലിക് ഏരിയാസ് അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ നടത്തുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വേസ് എവിടെയാണ്, പാത്ത് എവിടെയാണ്, വഴികൾ എവിടെയൊക്കെയാണ് അതൊക്കെ ക്ലീൻ ചെയ്യുക. അങ്ങനെയുള്ള ഹൈ ടച്ച് സർഫസ് ഏറ്റവും കൂടുതൽ നമ്മൾ തൊടുന്ന പ്രതലങ്ങൾ എവിടെയാണ് അത് ക്ലീൻ ചെയ്യുക. റൂം സോണിംഗ് എന്താ, റൂമുകൾ ബ്രേക്ക് ചെയ്ത് പല പല ഏരിയാസ് ആയിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ കോണ്ടാക്റ്റിൽ വരുന്ന ഏരിയകളായതുകൊണ്ട് ഇതെല്ലാം ക്ലീൻ ചെയ്യുക. അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നതാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. എവിടത്തെയാണ്? ഒരു ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അല്ലെങ്കിൽ SOP ആണ് എന്ത്, ഹൈ ടച്ച് സർഫസ് ക്ലീൻ ചെയ്യുക, റൂം സോണിംഗ് ക്ലീൻ ചെയ്യുക, ക്ലീനിങ് പാത്തുകള് ഇവയെല്ലാം. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് നല്ല രീതിയിൽ അവിടുത്തെ പ്രവർത്തനങ്ങള് ആ ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട് ആ ഹോസ്പിറ്റലുകാർക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫോളോ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ചെക്ക് ലിസ്റ്റുകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആയോ? വാട്ട് ഈസ് എ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെന്താണ്, ഹോസ്പിറ്റലിലെ ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിക്കുന്നത് ആരാണ്? ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ആണ് അത് ഉപയോഗിക്കുന്നത്. അത്രയും ക്ലിയർ അല്ലേ? ഇനി എന്തിനു വേണ്ടിയാണ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് അത് ഉപയോഗിക്കുന്നത്? ടു എൻകറേജ് സ്റ്റെറൈൽ എൻവയോൺമെന്റ് ഇൻ പേഷ്യന്റ് റൂംസ്. രോഗികളുടെ റൂമുകള് വളരെ വൃത്തിയുള്ള അല്ലെങ്കിൽ അണുവിമുക്തമായ ഒരു അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി. ആൻഡ് ടു അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ്. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നതിനെ തടയുന്നതിനെ തടയുന്നതിന് വേണ്ടിയും ഒരു ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ഉപയോഗിക്കുന്ന ഒന്നാണ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുക. ക്ലിയർ അല്ലേ? അത്രയും ക്ലിയർ ആണോ? ഓക്കെ. Next is okay. The checklist has been formed to make it easier for hospital to follow. ഇങ്ങനെയുള്ള ചെക്ക് ലിസ്റ്റുകൾ രൂപപ്പെടുത്തുന്നത് വഴി ഹോസ്പിറ്റൽസിന് എന്ത് കാര്യങ്ങളാണ് എളുപ്പം ചെയ്യാൻ പറ്റുന്നത്? ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് സർവീസുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, അവിടുത്തെ നിലവാരമുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രവർത്തന നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരുന്നു അതിൽ പ്രധാനമായും വരുന്നത്? ഹൈ ടച്ച് സർഫസ് ഏരിയകൾ, ഏറ്റവും കൂടുതൽ നമ്മൾ തൊടുന്ന പ്രതലങ്ങൾ ക്ലീൻ ചെയ്യുക. റൂം സോണിംഗ്, റൂം ബ്രേക്ക് ചെയ്ത് പല പല ഏരിയാസ് ആകുന്നതിനെയാണ് സോണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള റൂം സോണുകൾ വൃത്തിയാക്കി സൂക്ഷിക്കുക. ക്ലീനിങ് പാത്ത്, ഓരോ വഴികളും വൃത്തിയായി സൂക്ഷിക്കുക. ഇതെല്ലാം അവിടുത്തെ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ പ്രവർത്തന നടപടിക്രമങ്ങളാണ്. ഇതെല്ലാം എളുപ്പത്തിൽ ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന ചെക്ക് ലിസ്റ്റുകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആണോ? അത്രയും ഓക്കെ ആണോ? ഓക്കെ. Next നോക്കിയേ, with safe leak culture,
hospital housekeepers can easily. ഇനി നല്ലൊരു സേഫ് ആയിട്ടുള്ള സുരക്ഷിതമായ ഒരു സംസ്കാരത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ചെയ്യുന്ന കുറച്ച് ഡ്യൂട്ടീസ് അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് നോക്കിയേ, ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂംസ്. പേഷ്യൻസിന്റെ റൂം അല്ലെ, മുറികള്, അവിടെ ക്ലീൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ജോലികൾ എന്തൊക്കെയാണ്? അപ്പൊ പേഷ്യന്റ് റൂമില് എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഡ്യൂട്ടി ആയിരിക്കും അവർ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്? അത് തന്നെയായിരിക്കും ഇവിടെയും പറയുന്നത് കേട്ടോ. നോക്കിയേ, ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂംസ്. പേഷ്യന്റ് റൂം ക്ലീൻ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഹൗസ് കീപ്പേഴ്സ് ക്ലീൻ ചെയ്യണം അല്ലെ. അതിനുള്ള ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ചെയ്യേണ്ടത്? നോക്കിയേ, ഫസ്റ്റ് വൺ, വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്സ് വെയർ ഡിസ്പോസിബിൾ ഗ്ലൗസ്. എന്ത് ചെയ്യണം? വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്സ്. ഇത്രയും വരെ പറയും. ഓക്കെ, നമ്മുടെ ഹാൻഡ്സ്, നമ്മുടെ കൈകള് ഒരു ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നതിന് മുൻപ് പോയതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ട് കൈകള് ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യണം? അവരൊരു ക്ലീനിങ് ഡ്യൂട്ടിയിലേക്ക് കിടക്കാണ്. ഒരു പേഷ്യന്റിന്റെ റൂം വൃത്തിയാക്കാനായിട്ട് കിടക്കുമ്പോ അവരാദ്യം തന്നെ ചെയ്യേണ്ടത് അവരെ ഹാൻഡ്സ്, കൈകൾ എന്ത് ചെയ്യണം? വാഷ് ചെയ്ത് സാനിറ്റൈസ് ചെയ്യണം. അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടത്? ഡിസ്പോസിബിൾ ഗ്ലൗസ്. ഇനി എന്ത് ചെയ്യണം? വാഷ് ചെയ്ത് സാനിറ്റൈസ് ചെയ്ത ഹാൻഡ്സിലോട്ട് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഗ്ലൗസുകള് ധരിക്കുകയും വേണം. കിട്ടിയോ ഫസ്റ്റ് പോയിന്റ്? ക്ലിയർ അല്ലേ? ആ ഒരു പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവരെന്ത് ചെയ്യണം? അവരുടെ ഹാൻഡ്സ് വാഷ് ചെയ്യണം, സാനിറ്റൈസ് ചെയ്യണം. ദെൻ അവരെന്ത് ചെയ്യണം? നല്ല ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഗ്ലൗസുകൾ ധരിക്കുകയും വേണം. Second point നോക്കിയേ, leave cleaning cart in hall, set up a safety sign outside the door. ഇനി എന്താണ്? അവർ ആ റൂം ക്ലീൻ ചെയ്യാൻ പോവാണ് അല്ലെ. അപ്പൊ ആ റൂം ക്ലീൻ ചെയ്യാൻ പോകുമ്പോ leave cleaning cart in hall. എവിടെയാണോ ആ റൂം ക്ലീൻ ചെയ്യുന്നത് അതിനുള്ളിൽ ആ ഒരു ക്ലീനിങ് കാർട്ട്, നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ സാധനങ്ങൾ, ലിക്വിഡ്, മോപ്പ്, കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്ന ചെറിയ ചെറിയ ഒത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടികൾ കണ്ടിട്ടില്ലേ നിങ്ങള്? ഹോസ്പിറ്റലില് ഹൗസ് കീപ്പേഴ്സ് കൊണ്ട് നടക്കുന്നത് നമ്മുടെ വീടുകളിലും ഉണ്ടാവും അല്ലെ. കോമ്പൊക്കെ ഇടാനും വെള്ളമൊക്കെ നിറച്ച് ലിക്വിഡൊക്കെ ഒഴിച്ചു വെക്കാനായിട്ടൊരു കാർട്ട് പോലെ ഒന്നിക്കൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ വണ്ടികൾ. അപ്പൊ അങ്ങനത്തെ ഇതിലായിരിക്കും നമ്മുടെ ഈ ഹൗസ് കീപ്പേഴ്സ് സാധനങ്ങളൊക്കെ ഓരോ റൂമുകളിലേക്കും ഷിഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിനനുസരിച്ചുള്ള കാർട്ടുകൾ, ഇങ്ങനെയുള്ള ക്ലീനിങ് കാർട്ടുകൾ എന്ത് ചെയ്യണം? ആ ഒരു ഹോളില് അല്ലെങ്കിൽ ആ ഒരു റൂമില് എന്ത് ചെയ്യണം? ലീവ് ചെയ്യണം, അവിടെ വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് പരിപാടികൾ തീർക്കാൻ പറ്റുള്ളൂ. സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ദ ഡോർ. ഇനിയിപ്പോ ആ ഒരു റൂം അല്ലെങ്കിൽ ആ ഒരു ഹോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ ഡോറിന്റെ പുറത്ത് എന്ത് വേണം? സേഫ്റ്റി സൈൻ ബോർഡുകൾ തൂക്കണം. എന്തിനു വേണ്ടിയായിരിക്കും അങ്ങനെ ഒരു സേഫ്റ്റി സൈൻ ബോർഡ്സ് കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ വീടുകളിൽ അതെ നനഞ്ഞ ഫ്ലോർ ആണ് അല്ലെ, വെറ്റ് ഫ്ലോർ ആണ്. അപ്പൊ നനഞ്ഞ പ്രതലമായതുകൊണ്ട് തന്നെ, ഫ്ലോർ ആയതുകൊണ്ട് തന്നെ വരുന്ന ആളുകൾ, പെട്ടെന്ന് ഒരാൾ കയറി വന്നാൽ തിങ്ങി വീഴാനുള്ള ചാൻസുകൾ ഉണ്ട് അല്ലെ. അതെ, അപ്പൊ അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി അങ്ങനെയുള്ള ഒരു മുൻകരുതൽ എടുക്കുന്നതാണ് സേഫ്റ്റി സൈൻ ബോർഡ്സ് നമ്മുടെ ഡോറിന് പുറത്തിടുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന പുറത്തു നിന്ന് വരുന്ന ആളുകൾ അത് മനസ്സിലാക്കണം അല്ലെ. അതിനനുസരിച്ച് അവരവിടേക്ക് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെയുള്ള സൈൻ ബോർഡുകൾ നമ്മുടെ ഡോറിന് പുറത്ത് പ്ലേസ് ചെയ്യണം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സെക്കൻഡ് പോയിന്റ് എളുപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാ പറയുന്നത്. ക്ലിയർ അല്ലേ? തേർഡ് പോയിന്റ് നോക്കിയേ, instantly straighten room, vacant and relay trash cans. ഇനി എന്ത് ചെയ്യുക? റൂമുകള് പെട്ടെന്ന് തന്നെ എല്ലാം നേരെയാക്കുക. അതാണ് സ്ട്രെയിറ്റൻ റൂം. എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട്, ചിലപ്പോൾ അടക്കി ഒതുക്കി വെച്ചിരുന്ന സാധനമൊക്കെ ഡിസ്പ്ലേസ്ഡ് ആയിട്ട് കിടപ്പുണ്ടാവും. അതെല്ലാം കൃത്യമായിട്ട് സ്ട്രെയിറ്റൻ റൂം വളരെ നേരെയാക്കി, പെട്ടെന്ന് തന്നെ നേരെയാക്കി വെക്കുക. വേക്കന്റ് ആൻഡ് റിലേ ട്രാഷ് ക്യാൻസ്. അപ്പൊ നമ്മുടെ വേസ്റ്റ് ഒക്കെ ഇടുന്ന വേസ്റ്റ് ബിന്നുകളൊക്കെ ഇല്ലേ, ചവറ്റുകുട്ടകൾ, അതാണ് ട്രാഷ് ക്യാൻസ് എന്ന് പറയുന്നത്. അതെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ആ വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോയി കളഞ്ഞ് അത് റിമൂവ് ചെയ്ത് ആ ട്രാഷ് ക്യാൻസ് ക്ലീൻ ചെയ്ത് വേക്കന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒഴിഞ്ഞ രീതിയിൽ അവിടെ കൊണ്ടുവന്ന് പിന്നെയും എന്ത് ചെയ്യുക? പ്ലേസ് ചെയ്യുക. ഇതാണ് ഇൻസ്റ്റന്റ്ലി സ്ട്രെയിറ്റൻ റൂം. പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു റൂം നേരെയാക്കുകയും ഇങ്ങനെ ട്രാഷ് ക്യാൻസ് അല്ലെങ്കിൽ ചവറ്റുകുട്ടകളിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം കൊണ്ടുവന്ന് പോയി കളഞ്ഞ് അത് ഒഴിവാക്കി അല്ലെങ്കിൽ വേക്കന്റ് ആയിട്ട് കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യുക. ഫോർത്ത് വൺ ആണ് ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഹൈ ടച്ച് സർഫസസ് അല്ലെങ്കിൽ ഹൈ ടച്ച് ഏരിയ. ഏറ്റവും കൂടുതൽ ഒരു റൂമില്
ഏറ്റവും കൂടുതൽ ഒരു റൂമിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചില സമയങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ റൂമുകളിൽ ടച്ച് ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാ നമ്മൾ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യുന്ന ഏരിയകള്? ഏതൊക്കെ ഏരിയസ് നമ്മൾ ടച്ച് ചെയ്യും? സ്വിച്ച് ഏരിയ ടച്ച് ചെയ്യും അല്ലെ? സ്വിച്ചിന്റെ ഏരിയ ടച്ച് ചെയ്യും, അല്ലെങ്കിൽ ആ ബെഡിന്റെ ഏരിയാസ് ടച്ച് ചെയ്യും, ടേബിൾ ടച്ച് ചെയ്യും അല്ലെ? അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ നമ്മുടെ പേഷ്യൻസ് ആയിക്കോട്ടെ, അവിടുത്തെ വിസിറ്റേഴ്സ് അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ആയിക്കോട്ടെ, അവർ ഏറ്റവും കൂടുതൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നത്, ആ അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യുന്ന ഏരിയകള് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം, സാനിറ്റൈസ് ചെയ്യണം കേട്ടോ. ഡസ്റ്റ് എയർ വെന്റ്സ്. ഇനി എന്താണ്? ഇപ്പൊ നമ്മുടെ റൂമുകളില് വെന്റിലേഷൻ ഉണ്ടാവില്ലേ? എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ടാവില്ലേ? ആ വെന്റിലേഷനിൽ ഒരുപാട് എന്താണ് ചിലകളിൽ വെന്റിലേഷൻസിലൊക്കെ ഒരുപാട് പൊടി ഉണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പൊടികൾ ഉണ്ടെങ്കിൽ അത് കളയുക. ലൈറ്റ് എന്താണ്? ലൈറ്റ് എന്താണ് റോസ്മിക്ക് ഡൗട്ട്? എന്താണ് മനസ്സിലാവാത്തത്? ഏത് പോയിന്റ് ആണ് മനസ്സിലാവാത്തത്? ഏത് പോയിന്റ് ആണ് മനസ്സിലാവാത്തത്? വിലയിൽ എന്ന് പറഞ്ഞാൽ അത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. ട്രാഷ് ക്യാൻസിലെ വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ അത് റിമൂവ് ചെയ്ത് വേക്കന്റ് ആക്കി വെക്കുക കേട്ടോ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, ശ്രദ്ധിക്കുക. പിന്നെ എന്താ നമ്മൾ പറഞ്ഞ ഫിഫ്ത്ത് പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഡസ്റ്റ് എയർ വെന്റ്സ്. വെന്റിലേഷനിലൊക്കെ നമ്മൾ എയർ പാസ് ചെയ്യുന്ന വെന്റിലേഷനുമായി ബന്ധപ്പെട്ട് അവിടെ ഒരുപാട് പൊടികൾ ഉണ്ടാവും അല്ലെ? അതുപോലെ ലൈറ്റില് പൊടികൾ ഉണ്ടാവും ഇല്ലേ? നമ്മുടെ ടെലിവിഷൻ സെറ്റ്, ചില റൂമുകളിലൊക്കെ TV സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ടെലിവിഷൻ ഉണ്ടാവും അല്ലെ? TV ഉണ്ടാവാറില്ലേ? അവിടെയൊക്കെ അതിലൊക്കെ പൊടികൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിൻഡോ സിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് വിൻഡോ സിൽസ്? നമ്മുടെ വിൻഡോയുടെ അടിയിൽ ഒരു ലോങ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനായിട്ട് സ്പേസ് ഉണ്ടാവാറില്ലേ? ഒരു നീളത്തിൽ ഒരു ചെറിയ സ്പേസ് വിൻഡോയിൽ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലെ? ചെറിയ നമ്മളിപ്പോ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് അത് തന്നെയാണ് ആ ഒരു വിൻഡോ സിൽ എന്ന് പറയുന്നത്. അപ്പൊ ആ പറയുന്ന ഏരിയാസിലൊക്കെ കൂടുതൽ പൊടികൾ നിൽക്കുന്ന ഏരിയാസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പൊടിയുള്ള ഏരിയാസ് ഇപ്പൊ വെന്റിലേഷനുമായി ബന്ധപ്പെട്ടാവാം, ലൈറ്റിന്റെ അവിടെ ആവാം, ടെലിവിഷൻ സെറ്റ്സ് വെച്ചിരിക്കുന്ന ടിവിയുമായി ബന്ധപ്പെട്ട ഏരിയയിലാവാം, അല്ലെങ്കിൽ വിൻഡോ സെറ്റ്സ് നമ്മുടെ വിൻഡോയുടെ കടയിൽ വരുന്ന നീളത്തിലെ ആ ഒരു ഭാഗത്തിലാവാം. അങ്ങനെയുള്ള അവിടെയൊക്കെ എന്ത് ചെയ്യണം? പൊടികളൊക്കെ ടെസ്റ്റ് ചെയ്യുക, മാറ്റുക, തുടച്ചു മാറ്റുക. Then sixth one ആണ് സാനിറ്റൈസ് ആൻഡ് സ്റ്റെറിലൈസ് ബിസൈഡ് കമ്മോഡ്. എന്താണ്? സാനിറ്റൈസ് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുക ബിസൈഡ് കമ്മോഡ് എന്ന് പറയുന്നത്. ബെഡ് സൈഡ് കമ്മോഡ്. എന്താണ്? ബെഡിന്റെ സൈഡിൽ നമ്മുടെ കമ്മോഡ് എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടിട്ടുണ്ടോ നിങ്ങള്? പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കമ്മോഡ് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ? പേര് കേട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ വീടുകളിലൊക്കെ കേട്ടിട്ടില്ല. ഓക്കെ, നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോ കിടപ്പ് രോഗികളൊക്കെ ഉണ്ടാവാറില്ലേ? ഇല്ലേ? അവര് ടോയ്ലറ്റിലേക്കൊക്കെ പോവാനായിട്ട് നമ്മൾ എന്താണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്? അവർക്ക് എണീറ്റ് പോകാൻ പറ്റുന്നില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ബെഡ് പാൻ വെച്ച് കൊടുക്കാറുണ്ട്. അതല്ലാതെ നമ്മൾ ചെയർ പോലത്തെ ഒരു സെറ്റപ്പ് ചെയ്ത് കൊടുക്കാറില്ലേ? ചെയർ പോലത്തെ ടോയ്ലറ്റ് സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ചെയർ പോലെ അതിന് നടുക്കൊരു ഹോളായിട്ട് ഒരു ബക്കറ്റ് അല്ലെങ്കിൽ ഒരു ബോക്സ് ഒരു പാത്രം വെച്ച് കൊടുക്കുന്നേ കണ്ടിട്ടില്ലേ? ആരും കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഈ കൊമോഡ് എന്ന് പറയുന്നത് കേട്ടോ. അതിനെയാണ് ഈ കൊമോഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പേഷ്യന്റ് റൂമിൽ ചിലപ്പോ വയ്യാത്ത ആളുകൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനത്തെ പേഷ്യൻസിന് ചിലപ്പോൾ ടോയ്ലറ്റിലൊക്കെ പോകാനായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള കൊമോഡ്സ് ആണ് നമ്മൾ ആ ബെഡ് സൈഡിലാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കൊമോഡ്സ് ആയിരിക്കും നമ്മൾ അതിന് പകരം ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പേഷ്യന്റ് റൂമിൽ ഉണ്ടെങ്കിൽ അതെല്ലാം വൃത്തിയായിട്ട് എന്ത് ചെയ്യണം? സ്റ്റെറിലൈസ് ചെയ്യണം, സാനിറ്റൈസ് ചെയ്യണം.
ക്ലിയർ ആണോ? Then 7th one നോക്കിയേ, വൈപ്പ് ഡൗൺ കൗണ്ടർ ടോപ്സ്. നമ്മുടെ കൗണ്ടറിന്റെയൊക്കെ മുകൾ ഭാഗങ്ങളിൽ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് തുടച്ച് വൃത്തിയാക്കുക. ചെക്ക് ഫർണിച്ചേഴ്സ്, ഡിസിൻഫെക്റ്റന്റ് ഡോർ ഹാൻഡിൽസ്. ഇനി എന്താ, ഫർണിച്ചറിലൊക്കെ പൊടിയുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. ആൻഡ് ഡിസിൻഫെക്റ്റന്റ് ഡോർ ഹാൻഡിൽസ്, നമ്മൾ എപ്പോഴും പിടിക്കുന്ന ഡോർ ഹാൻഡിലുകളൊക്കെ ഡിസിൻഫെക്റ്റന്റ് ചെയ്യൽ ആണ് വിമുക്തമാക്കുക. ഇതെല്ലാം ഒരു പേഷ്യന്റ് റൂമുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലീനിങ് ഡ്യൂട്ടീസ് ആണ്. ക്ലിയർ ആണോ? ഇതെല്ലാ പോയിന്റ്സും ക്ലിയർ ആണോ? ഏതെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണോ? സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് അല്ലേ പറയുന്നേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാലോ. നെക്സ്റ്റ് വരുന്നത് പേഷ്യന്റ് 7th വൺ എന്താ, വൈപ്പ് ഡൗൺ കൗണ്ടർ ടോപ്സ്. കൗണ്ടർ ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ കൗണ്ടറുകൾ അടിച്ചിട്ടുണ്ടാവില്ലേ, ടേബിളിന്റെ ആണെങ്കിലും അല്ലാതെ കൗണ്ടറുകൾ ഹോസ്പിറ്റൽ റൂമുകളിൽ ഉണ്ടാവില്ലേ, അതിന്റെ മുകളിൽ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വൈപ്പ് ചെയ്ത് മാറ്റുക, തുടച്ചു മാറ്റുക. ഫർണിച്ചറുകളും ഇതുപോലെയുള്ള പൊടികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് അത് നല്ല രീതിയിൽ വൃത്തിയാക്കുക. ഡിസിൻഫെക്റ്റന്റ് ഡോർ ഹാൻഡിലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ വിമുക്തമാക്കുക. ക്ലിയർ ആണോ നവ്യ? Okay. Then next നോക്കിയേ, പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയേഴ്സ്. ഇനി പേഷ്യൻസിന്റെ റൂമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി പേഷ്യന്റ് റൂമിനുള്ളിലുള്ള ബാത്റൂംസ്, അപ്പൊ പേഷ്യന്റ് റൂമുമായി ബന്ധപ്പെട്ട് അറ്റാച്ച് ചെയ്ത് വരുന്ന ഈ ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയറുകളാണ് നെക്സ്റ്റ് പറയുന്നത്. നോക്കിയേ, ഫസ്റ്റ് വൺ, എംപ്റ്റി ആൻഡ് സാനിറ്റൈസ് trash can needed, replace liners, covers. എന്താണ്, ചില ബാത്റൂമുകൾ, ഒട്ടുമിക്ക ഹോസ്പിറ്റൽ എല്ലാ ബാത്റൂമുകളിലും ഒരു ട്രാഷ് ക്യാൻസ്, ഈ വേസ്റ്റ് ഇടാനായിട്ട് ഒരു വേസ്റ്റ് ബാസ്കറ്റ് ഉണ്ടാവാറില്ലേ? ഇല്ലേ? ട്രാഷ് ക്യാൻസ് ഒരു ബോക്സ് ഉണ്ടാവാറില്ലേ? വേസ്റ്റുകൾ ഇടാൻ ബാത്റൂമിന്റെ അകത്താണ് ഉണ്ടോ പറയുന്നത്, അതിനുള്ളില്. അപ്പൊ അതാണ് എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് ഫസ്റ്റ് സെന്റൻസ്. അങ്ങനെയുള്ള ബാത്റൂമിലെ ആ ക്യാൻസ് അല്ലെങ്കിൽ എന്താ ചവിട്ടുകൾ അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ക്യാൻസ് എന്ന് പറയുന്നതിന്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യും, ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളൊരു കവർ ഇട്ടിട്ടുണ്ടാവും. അവര് കണ്ടിട്ടുണ്ടോ? ബ്ലാക്ക് ആയിരിക്കും, കൂടുതൽ കളർ ബ്ലാക്ക് കളറൊക്കെ ഉള്ള ഒരു കവർ ഇട്ടിട്ടുണ്ടാവുമല്ലോ. ഡയറക്റ്റ് നമ്മൾ ആ ഒരു ബോക്സിലേക്കല്ല ഇടുന്നത് അല്ലെ, ആ ഒരു കവറ് ആ ഒരു ബാസ്കറ്റിനുള്ളിൽ വെച്ചിട്ടുണ്ടാവും. ആ കവറിനുള്ളിലേക്കല്ലേ നമ്മൾ ഇടുന്നേ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കവറുകള്, അതാണ് റീപ്ലേസ് ലൈനേഴ്സ് ഓഫ് കവേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു വേസ്റ്റ് ബാസ്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ട്രാഷ് ക്യാനിൽ നിന്ന് റിമൂവ് ചെയ്യുക. ആ ട്രാഷ് ക്യാൻസ് വൃത്തിയായിട്ട് സാനിറ്റൈസ് ചെയ്ത് കഴുകി സാനിറ്റൈസ് ചെയ്ത് എംപ്റ്റി അല്ലെങ്കിൽ ഒഴിഞ്ഞ രീതിയിൽ, അപ്പൊ വേസ്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ അവിടെ എന്ത് ചെയ്യുക, തിരിച്ച് പ്ലേസ് ചെയ്യുക. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ എന്താ, സാനിറ്റൈസ് ടച്ച് സർഫസ്. നമ്മുടെ ബാത്റൂമുകളിലേക്ക് പോകുമ്പോഴും ബാത്റൂമിനുള്ളിൽ നിൽക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യുന്ന, സ്പർശിക്കുന്ന പ്രതലങ്ങൾ ഏതൊക്കെയാ? ലൈറ്റ് സ്വിച്ച് എന്നാണ് കേട്ടോ അവിടെ. ലൈറ്റ് സ്വിച്ചസ്, നമ്മുടെ ബാത്റൂമിൽ പോകാൻ വേണ്ടിട്ട് ലൈറ്റ് ഇടും അല്ലെ, സ്വിച്ച് ഇടാറുണ്ട്. എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമല്ലേ, എപ്പോഴും നമ്മൾ തൊടുന്ന ഒരു കാര്യമല്ലേ ആ ഒരു ലൈറ്റ് സ്വിച്ചുകള്. ഡോർ നോബ്സ്, നമ്മൾ തുറക്കാൻ ഉപയോഗിക്കുന്ന ഡോറിന്റെ നോബുകള്, ഹാൻഡ് ബ്ലേഡ്സ് അല്ലെങ്കിൽ അത്, ഇതെല്ലാം എല്ലാവരും നമ്മളൊരു ടോയ്ലറ്റ് യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബാത്റൂം യൂസ് ചെയ്യാൻ പോകുമ്പോൾ ചെയ്യുന്ന അല്ലെങ്കിൽ തൊടുന്ന ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്ന പ്രതലങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കൃത്യമായിട്ട് സാനിറ്റൈസ് ചെയ്യുക. തേർഡ് വൺ ആണ് ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഷവേഴ്സ്, ടബ്സ്, സിങ്സ്. ഈ ആ ഒരു ബാത്റൂമിനുള്ളിലുള്ള ഷവറുകള്, ബാത്ത് ടബുകള് അല്ലെങ്കിൽ സിങ്കുകള് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ഏരിയയും കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം, സാനിറ്റൈസ് ചെയ്യണം. ദെൻ ഫോർത്ത് വൺ ആണ് ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ടോയ്ലറ്റ് ബൗള്, സീറ്റ്, ടാങ്ക് ആൻഡ് ഫ്ലഷ് ഹാൻഡിൽ. ഇനി ആ ഒരു ടോയ്ലറ്റിന് ഇപ്പൊ യൂറോപ്യൻ കോസ്റ്റ് കണ്ടിട്ടില്ലേ നിങ്ങള്, അതിന്റെ ആ ഒരു ടോയ്ലറ്റ് ബൗൾ എന്ന് പറയുന്ന ഭാഗം എന്നറിയാലോ, ആ അടിയിലത്തെ ഭാഗം അല്ലെ. അതിന് മുകളിലായിട്ട് നമുക്ക് സീറ്റിംഗ് പോലെയുള്ള ഒരു ഭാഗം ഉണ്ടാവും അല്ലെ, ഇരിക്കാനായിട്ട് ഒരു സീറ്റുമായി ബന്ധപ്പെട്ട് സീറ്റിംഗ് പോലെയുള്ള ഒരു ഭാഗം ഉണ്ടാവും. അതുപോലെ ഫ്ലഷ് അടിക്കാനായിട്ട് അല്ലെങ്കിൽ വെള്ളം വന്ന് വെറുതെ എടുക്കാനൊരു ടാങ്ക് ഉണ്ടാവില്ലേ, ആ ടാങ്ക് ഏരിയ. ആ ഫ്ലഷ് ഹാൻഡില്, ആ ഒരു വെള്ളം നമുക്ക് ഹാൻഡിൽ എന്താണ് ഫ്ലഷ് ചെയ്യാനായിട്ട് ഒരു ഹാൻഡിൽ ഉണ്ടാവില്ലേ, വെള്ളം വരാൻ വേണ്ടിട്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട ആ ഒരു ടോയ്ലറ്റ് ബൗള്, സീറ്റ്, ടാങ്ക്, ഫ്ലഷ് ഹാൻഡില്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം, സാനിറ്റൈസ് ചെയ്യണം. ഇതെല്ലാം പേഷ്യന്റ് റൂമിന്റെ ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയേഴ്സ് ആണ് കേട്ടോ. ക്ലിയർ ആണോ? ആ 4 പോയിന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ടെർമിനൽ
റൂം ക്ലീനിങ് ടാസ്ക്. എന്താണ് ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക് എന്ന് പറയുമ്പോൾ? ടെർമിനൽ റൂം ക്ലീനിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയിട്ട് അവർ ഡിസ്ചാർജ് ചെയ്ത ഒരു പേഷ്യന്റ് റൂമിൽ നിന്ന് പോവാണ്. ഡിസ്ചാർജ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യും ആ റൂമിൽ നിന്ന് പോയി കഴിയുമ്പോൾ നിങ്ങൾ കാണാറുണ്ടോ ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ ചിലപ്പോ അടുത്ത ആളെ അഡ്മിറ്റ് ആക്കിയിരിക്കും, നമ്മൾ ആരെങ്കിലും അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോ റൂം വേക്കന്റ് ഉണ്ടാവില്ല അല്ലെ? വേക്കന്റ് ഉണ്ടാവാത്ത സമയത്ത് അവരെന്ത് ചെയ്യും? നമ്മളോട് ഇത്തിരി വെയിറ്റ് ചെയ്യാൻ പറയും അല്ലെ? ഡിസ്ചാർജ് ആക്കിയിട്ടുള്ള ആരെങ്കിലും പോയി കഴിഞ്ഞുമ്പോ ആ റൂമൊക്കെ ഒന്നും കൂടി പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് തരുന്നത് അല്ലേ? ആ ഒരു ഇതിനെയാണ്, അതായത് ഒരു പേഷ്യന്റ് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വരുന്ന ക്ലീനിങ് പ്രൊസീജിയേഴ്സ്, ആ ഒരു റൂം ക്ലീനിങ് പ്രൊസീജിയേഴ്സ് ആണ് ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് നോക്കിയേ, മേക്ക് ഷുവർ ദാറ്റ് ദ പേഷ്യന്റ് ഹാസ് ബീൻ ഡിസ്ചാർജ്ഡ് ആൻഡ് റൂം വേക്കന്റ്. എന്താണ് ഉറപ്പുവരുത്തേണ്ടത്? ആ പേഷ്യന്റ് ആ റൂമിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോയി എന്നുള്ളത് ഉറപ്പുവരുത്തണം അല്ലെ? ആ പേഷ്യൻസ് ആ റൂമിലുള്ള സമയത്ത് നമുക്ക് പോയി ക്ലീൻ ചെയ്യാൻ പറ്റില്ല അല്ലെ? ആ പേഷ്യന്റ് ഡിസ്ചാർജ് ആയി ആ റൂമിൽ നിന്ന് പോയി എന്നുള്ളത്, അല്ലെങ്കിൽ പോയി ആ റൂം ഇപ്പോ വേക്കന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുകയാണ് എന്ന് ആദ്യം ഉറപ്പ് വരുത്തിയിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട് പോവാനായിട്ട്. രണ്ടാമതായിട്ട് പറയുന്നത് പെർഫോം ഹാൻഡ് ഹൈജീൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ വരുന്ന ക്ലീൻ ചെയ്യുന്ന ആളുകളുടെ ഹാൻഡ് ഹൈജീൻസ് എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തണം അല്ലെ? വ്യക്തി ശുചിത്വത്തിൽ വരുന്ന കാര്യമാണത്. നോക്കിയേ, വേറെ ഗ്ലൗസ് എന്നാണ് കേട്ടോ, അവിടെ ഗ്ലൗസ് ആണേ. ഗ്ലൗസ് വെയർ ചെയ്യുക, ധരിക്കുക. അതുപോലെ പ്ലേസ് സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ഡോർ. നമ്മൾ പുറത്ത് അവിടെ ക്ലീൻ ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ട് സേഫ്റ്റി സൈൻ ബോർഡുകൾ ഡോറിന് പുറത്ത് സ്ഥാപിക്കുകയും ചെയ്യുക. തേർഡ് വൺ ആണ് ഡിസ്ഇൻഫെക്ട് മാട്രസ് ടോപ്പ് ബോട്ടം ആൻഡ് സൈഡ്സ്, റീപ്ലേസ് കവർ, ബെഡ് കവർ, പില്ലോ കവർ എക്സെട്ര. ഇനി എന്ത് ചെയ്യണം? ആ പേഷ്യന്റ് ഉപയോഗിച്ചതായിട്ടുള്ള മാട്രസ്, മെത്തകളുടെ അല്ലെ, അതിന്റെ ടോപ്പ്, ബോട്ടം, അതുപോലെയുള്ള സൈഡുകള് എന്ന് പറയുന്ന എല്ലാ ഭാഗങ്ങളും വൃത്തിയായിട്ട് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യണം, അല്ലെങ്കിൽ അണുവിമുക്തമാക്കണം. ആൻഡ് റീപ്ലേസ്, ഇനി ആ ബെഡിലുള്ള അല്ലെങ്കിൽ ആ ഒരു മെത്തയിലുള്ള എന്താണ് ബെഡ് കവറുകൾ ഉണ്ടാവും, പില്ലോ കവറുകൾ ഉണ്ടാവും, അതെല്ലാം ഒരു മാറ്റില്ലേ അടുത്ത ആൾ വരുമ്പോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു ഉപയോഗിച്ച ബെഡ്, അതുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ്, സാധനങ്ങളെല്ലാം എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യണം. പുതിയതായിട്ടുള്ളവ, എന്താണ് ബെഡ് കവറോ പില്ലോ കവറോ ഒക്കെ ആണെങ്കിൽ പുതിയതായിട്ടുള്ളവ റീപ്ലേസ് ചെയ്യുകയും വേണം. ഫോർത്ത് വൺ ആണ് വാക്വം ആൻഡ് പോളിഷ് ഫർണിച്ചർ ടേൺ കുഷ്യൻസ്, നോട്ട് സ്റ്റെയിൻസ് ഓർ ഡാമേജ്. ഇനി എന്താ? വാക്വം ആൻഡ് പോളിഷ് ഫർണിച്ചർ. ഫർണിച്ചറുകൾ എന്ത് ചെയ്യണം? നമ്മുടെ വാക്വം ട്യൂബ്സിലെ വാക്വം മെഷീൻസ്, അങ്ങനെയുള്ള വാക്വം മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? കൃത്യമായിട്ടത് ഫർണിച്ചറുകളൊക്കെ എന്ത് ചെയ്യണം? പോളിഷ് ചെയ്ത ഫർണിച്ചറുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിലുള്ള പൊടികളാവാം, അല്ലെങ്കിൽ കുഷ്യൻസിന്റെ ഒക്കെ പൊടികൾ ഏറ്റവും കൂടുതൽ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നത് ഈ വാക്വം ട്യൂബ്സ് ഉപയോഗിച്ചിട്ടല്ലേ? വാക്വം മെഷീൻസ് ഇല്ലേ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാറില്ലേ? ചിലര് ഹോസ്പിറ്റലിലും ഇതുപോലുള്ള വാക്വം മെഷീൻസ് എടുക്കാറുണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ എന്തിനു വേണ്ടിയാ? ഒരുപാട് പൊടികൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് കാണാത്ത പൊടികൾ വരെ പെട്ടെന്ന് വലിച്ചെടുക്കാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വാക്വം ഇത് ഉപയോഗിച്ചിട്ട് ഫർണിച്ചറുകൾ ക്ലീൻ ചെയ്യുക, കുഷ്യൻസ് ക്ലീൻ ചെയ്യുക. ആൻഡ് നോട്ട് സ്റ്റെയിൻസ് ഓർ ഡാമേജ്. എന്തെങ്കിലും ചില കുഷ്യൻസിലാവാം, ഫർണിച്ചറുകളിലാവാം, അല്ലെങ്കിൽ ബെഡിലാവാം, ചിലപ്പോൾ ചെറിയ ഇതിൽ വല്ല കറകൾ വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ടാവും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. എന്തിനു വേണ്ടിയാണ്? അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് എല്ലാവരും അവരോട് റിപ്പോർട്ട് ചെയ്യുക. ഇന്ന റൂമില് ഇന്ന ബെഡിൽ ഇന്ന കംപ്ലൈന്റ് ഉണ്ട്, ഡാമേജ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ഫർണിച്ചറുകൾ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, അപ്പൊ അത് റിപ്പയർ ചെയ്ത് അടുത്ത പേഷ്യന്റ് വരുന്നതിന് മുൻപ് അത് ക്ലിയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അത് നോട്ട് ചെയ്ത് പറയുകയും ചെയ്യണം. ഫിഫ്ത് വൺ ആണ് ക്ലീൻ ആൻഡ് സാനിറ്റൈസ് മെഡിക്കൽ എക്യുപ്മെന്റ്. അവിടെ ഉപയോഗിക്കുന്ന ആ റൂമിൽ ഉപയോഗിക്കുന്ന മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണ്. എന്താണ്? വീൽ ചെയർസ്, IV പോൾസ് എക്സെട്ര. വീൽ ചെയറുകൾ, ഇപ്പൊ ചില പേഷ്യൻസിനൊക്കെ വീൽ ചെയറുകളാണ് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ? നേരിട്ട് നമുക്ക് നടക്കാൻ പറ്റാത്തവരാണെങ്കിൽ വീൽ ചെയർ അവരുടെ റൂമിൽ ചിലപ്പോ ഉണ്ടാവാം. അല്ലെങ്കിലോ IV പോൾസ്, ഇപ്പൊ നമ്മുടെ ഡ്രിപ്സ് ഒക്കെ ഇടാൻ വേണ്ടിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാവാറില്ലേ റൂമില്? നമ്മുടെ ഡ്രിപ്സ് ഒക്കെ ഇടാൻ വേണ്ടിട്ട് ഡ്രൈവിംഗ് സ്പോർട്സ് ഡ്രിപ്സ് ഇടാൻ വേണ്ടിട്ട് സ്റ്റാൻഡ് ഉണ്ടാവാറില്ലേ റൂമില്? അതാണ് IV പോൾസ് കേട്ടോ. അങ്ങനെയുള്ള ആ റൂമില് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം, സാനിറ്റൈസ് ചെയ്യണം. സിക്സ്ത് വൺ ആണ് ചെക്ക് ആൻഡ് റീഫിൽ സോപ്പ് ആൻഡ് പേപ്പർ ടവൽ ഡിസ്പെൻസേഴ്സ്. ഇനി ആ റൂമിൽ ചിലപ്പോ സോപ്പ് ഇടാനുള്ള കണ്ടെയ്നർ ചിലപ്പോ വെക്കന്റ് ആയിട്ട് കിടപ്പുണ്ടാവും, സോപ്പ് ചിലപ്പോൾ തീർന്നിട്ടുണ്ടാവും. ചിലപ്പോ വലിയ വലിയ ഹോസ്പിറ്റലായിരിക്കും കേട്ടോ. സോപ്പ് ആണെങ്കിൽ
ആണെങ്കിലും ഈ പേപ്പർ ടവലുകളൊക്കെ കൊടുക്കുന്നത്. നമ്മുടെ നോർമൽ ആയിട്ടുള്ള സാധാരണ ഹോസ്പിറ്റലുകളിലൊന്നും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചിലപ്പോ ഫെസിലിറ്റീസ് കിട്ടണമെന്നില്ല കേട്ടോ. അപ്പൊ സോപ്പ് കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ അത് വെക്കേണ്ട, അതിൽ ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ദെൻ പേപ്പർ ടവലുകൾ അത് കുറവാണെങ്കിൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് ആവശ്യമായി വരികയാണെങ്കിൽ അത് നിറച്ചു വെക്കുക. ദെൻ 7th വൺ ആണ് ക്ലീൻ ആൻഡ് സാനിറ്റൈസ് പേഷ്യന്റ് ബാത്റൂംസ്. ആ ഒരു പേഷ്യന്റ് അവിടെ ട്രാൻസ്ഫർ ആയി പോയി കഴിഞ്ഞാൽ അവരുടെ ബാത്റൂമും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. Then sweep, wet mop and sanitize all floors. നന്നായി തൂത്ത് തുടച്ച് വൃത്തിയാക്കുകയും സാനിറ്റൈസ് ഓൾ ഫ്ലോർസ്, എല്ലാ ഫ്ലോറുകളും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യുക. ഇതെല്ലാം ഒരു ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്കുകളിൽ വരുന്ന കാര്യമാണ്. ക്ലിയർ ആണോ? 7 പോയിന്റ്സ് ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്കുകൾ വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ. Then next നോക്കിയേ, ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയാസ്. ഇനി മറ്റ് ഹോസ്പിറ്റൽ ഏരിയാസിലും നമ്മൾ ദിവസേന ക്ലീൻ ചെയ്യുന്നുണ്ട് അല്ലെ. പേഷ്യന്റ് റൂമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ നമ്മളിപ്പോ പഠിച്ചത്. ഇപ്പൊ പേഷ്യൻസിന്റെ റൂം അല്ലെങ്കിൽ അവരുടെ ബാത്റൂമുകൾ ക്ലീൻ ചെയ്യുക എന്ന് മാത്രമല്ല ഒരു ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ജോലി. മറ്റ് ഏരിയകളും കൂടി, ഹോസ്പിറ്റലിലെ മറ്റ് ഏരിയകളും കൂടി ക്ലീൻ ചെയ്യണം അല്ലെ. ദിവസേന ഹൗസ് കീപ്പിംഗ് സർവീസിലുള്ള ജീവനക്കാർ ക്ലീൻ ചെയ്യുന്നതായിട്ടുണ്ട്. അങ്ങനെ ഏതൊക്കെ ഏരിയകളിൽ എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് അവർ ചെയ്യുന്നത്, അതാണ് ഇവിടെ നോക്കാവുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ക്ലീനിങ് അപ്പ് ആൻഡ് സാനിറ്റൈസ് സർഫസസ് കണ്ടാമിനേറ്റഡ് ബൈ ബോഡിലി ഫ്ലൂയിഡ്സ് ആസ് പെർ പ്രോട്ടോകോൾസ്. നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിലെ പ്രോട്ടോകോൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പ്രകാരം അവിടെ ബോഡി ഫ്ലൂയിഡ്സ്, നമ്മുടെ ബ്ലഡ് ആവാം, യൂറിൻ ആവാം, ഫീസസ് അല്ലെങ്കിൽ മലമാവാം അല്ലെ, അങ്ങനെയുള്ള ബോഡി ഫ്ലൂയിഡ്സ് വഴി കണ്ടാമിനേറ്റഡ് ആവുന്ന അല്ലെങ്കിൽ മലിനമാകുന്ന സർഫസുകളെല്ലാം കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുകയും സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യുക. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ക്ലീനിങ് അപ്പ് ആൻഡ് സാനിറ്റൈസ് സർഫസസ് contaminated by bodily fluids as per protocols. ആ ഹോസ്പിറ്റലിലെ നടപടിക്രമപ്രകാരം ബോഡി ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ട് കണ്ടാമിനേഷൻ വരുന്ന ബ്ലഡോ യൂറിനോ ഫീസസോ അങ്ങനെ ഏതെങ്കിലും ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടാമിനേഷൻ മലിനമാകുന്ന സർഫസുകൾ, ഈ പ്രതലങ്ങളെല്ലാം കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. രണ്ടാമത്തെ സെന്റൻസ്, റീഇൻസ്റ്റേറ്റ്. സെക്കൻഡ് പോയിന്റ് ആണ് കേട്ടത്. റീഇൻസ്റ്റേറ്റ് ഷാർപ്പ് കണ്ടെയ്നേഴ്സ് വെൻ 3/4 ഫുൾ. ഇനി എന്താ കണ്ടിട്ടില്ലേ നിങ്ങൾ, ഹോസ്പിറ്റലിൽ പല ഏരിയസിലും പല രീതിയിലുള്ള നമ്മൾ വേസ്റ്റ് ഇടാനായിട്ടുള്ള കണ്ടെയ്നേഴ്സ് വെച്ചിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റലിൽ പല ഏരിയകളിലും വെച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെയുള്ളത് ഇപ്പൊ ഷാർപ്പ് കണ്ടെയ്നേഴ്സ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇപ്പൊ നമ്മുടെ നീഡിൽസ് ആവാം, സിറിഞ്ച് ആവാം അല്ലെ, അതുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ഉപകരണങ്ങളാവാം, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വേസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഒരുപാട് ഏരിയാസിൽ അങ്ങനെയുള്ള കണ്ടെയ്നേഴ്സ് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കണ്ടെയ്നേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അതെങ്ങനെയാണ് പ്ലേസ് ചെയ്തത്, അതൊക്കെ ഒരുവിധം 3/4 ഭാഗത്തോളം മുഴുവനായിട്ടും അല്ലെങ്കിൽ എന്താണ് നിറഞ്ഞിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അത് മുഴുവനായിട്ടും അല്ലെങ്കിൽ ഒരു 3/4 ഭാഗം, 3/4 ഫുൾ, ഒരു 3/4 ഭാഗത്തോളം എന്താണ് അത് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, കൊണ്ടുപോയി അത് കൊണ്ടുപോയി വേസ്റ്റ് എവിടെയാണോ കൊണ്ടുപോയി ഡംപ് ചെയ്യേണ്ടത്, ഏത് കണ്ടെയ്നറിലാണോ ഇടേണ്ടത് അവിടെ കൊണ്ടുപോയി കളഞ്ഞ് ആ പറയുന്ന കണ്ടെയ്നേഴ്സ് എല്ലാം റീഇൻസ്റ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, പുനഃസ്ഥാപിക്കുക. ഒന്നുകൂടി പറയണോ? ഫസ്റ്റ് വൺ എന്താ പറഞ്ഞേ, ക്ലീനിങ് അപ്പ് ആൻഡ് സാനിറ്റൈസ് സർഫസസ് കണ്ടാമിനേറ്റഡ് ബൈ ബോഡി ഫ്ലൂയിഡ്സ് ആസ് പെർ പ്രോട്ടോകോൾസ്. നമ്മുടെ ഹോസ്പിറ്റലിലെ നടപടിക്രമപ്രകാരം ബോഡി ഫ്ലൂയിഡ്സ്, അതായത് ബ്ലഡ് ആവാം, യൂറിൻ ആവാം, ഫീസസ്, ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് വരുന്ന കണ്ടാമിനേഷൻ, ഈ മലിനമായിട്ടുള്ള സർഫസുകൾ അല്ലെങ്കിൽ പ്രതലങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം, സാനിറ്റൈസ് ചെയ്യണം. രണ്ടാമതായി പറഞ്ഞെന്താ, റീഇൻസ്റ്റേറ്റ് ഷാർപ്പ് കണ്ടെയ്നേഴ്സ് വെൻ 3/4 ഫുൾ. നമ്മുടെ കണ്ടെയ്നറുകൾ, ഇപ്പൊ ഷാർപ്പ് കണ്ടെയ്നർ നീഡിൽസ്, സിറിഞ്ചുകൾ, പഞ്ഞി മുതലായ കാര്യങ്ങൾ ഇടുന്നതാവാം. അല്ലാതെയാണെങ്കിലും ഹോസ്പിറ്റലിലെ പല ഏരിയകളിലും പല രീതിയിലുള്ള വേസ്റ്റ് ഇടാനുള്ള കണ്ടെയ്നേഴ്സ് വെച്ചിട്ടുണ്ടാവും അല്ലെ. അതെല്ലാം കൃത്യമായിട്ട് അതൊരു 3/4 ഭാഗത്തോളം ഫുൾ ആവുമ്പോൾ, നിറയുമ്പോൾ തന്നെ അതിന്റെ വേസ്റ്റ് കൊണ്ടുപോയി അതിൽ നിന്ന് മാറ്റി റിമൂവ് ചെയ്ത് വൃത്തിയാക്കി പിന്നെയും അതാത് സ്ഥാനത്ത് തന്നെ അത് റീഇൻസ്റ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുനഃസ്ഥാപിക്കുക. ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് വരെയും ഓക്കെ അല്ലേ? Then third point നോക്കിയേ,
confirm floors are free of debris and tripping hazards. ഇനി എന്ത് ചെയ്യണം? ഫ്ലോറിൽ എന്തെങ്കിലും ഡെബ്രിസ് എന്ന് പറയുന്ന അവശിഷ്ടങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ ആൻഡ് ട്രിപ്പിംഗ് ഹസാർഡ്സ്, ഇനി എന്തെങ്കിലും തട്ടി വീണ് അപകടങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും സാധനങ്ങൾ ഫ്ലോറിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അവിടെ നിന്ന് റിമൂവ് ചെയ്യുക, അല്ലെ? അതിൽ നിന്ന് റിമൂവ് ചെയ്ത് ആ ഫ്ലോർ എപ്പോഴും ഫ്രീ ആയി കിടക്കുന്നുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യുക അല്ലെങ്കിൽ ഉറപ്പുവരുത്തുക. കൺഫേം ഫ്ലോർസ് ആർ ഫ്രീ ഓഫ് ഡെബ്രിസ് ആൻഡ് ട്രിപ്പിംഗ് ഹസാർഡ്സ്. ഇവിടെ ഒരു രീതിയിലുള്ള അവശിഷ്ടങ്ങളോ കാര്യങ്ങളോ ഫ്ലോറിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ട്രിപ്പിംഗ് ഹസാർഡ്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും തട്ടി വീഴുന്ന രീതിയിൽ, തട്ടി വീഴുമെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ ഫ്ലോറിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് ഫ്ലോർ എപ്പോഴും ഫ്രീ ആയി കിടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഫോർത്ത് വൺ ആണ് ഇമ്മീഡിയറ്റ്ലി ക്ലീൻ അപ്പ് സ്പിൽസ് ഓൺ ഫ്ലോർസ് ആൻഡ് ഫർണിച്ചർ. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ താഴെ വീണിട്ടുണ്ടെങ്കിൽ അതിപ്പോ ഓയിൽ ആവാം, വെള്ളം വീണതാവാം, അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്ന സമയത്ത് അത് വീണതാവാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങൾ തറയിൽ വീണിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫർണിച്ചറുകളിലാണ് വീണിട്ടുള്ളതെങ്കിലും ഇതെല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുക. ഫിഫ്ത് പോയിന്റ്, കീപ് ഓൺ ഐ ഓൺ ദ പേഴ്സണൽ ബിലോങ്ങിങ്സ് ലെഫ്റ്റ് ബൈ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. അവിടെ വരുന്ന പേഷ്യൻസും അല്ലെങ്കിൽ ചിലപ്പോൾ വിസിറ്റേഴ്സ് ഒക്കെ ലെഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ടുള്ള അവരുടെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്വകാര്യ വസ്തുക്കൾ ഉണ്ടാവും, അല്ലെ? ഇപ്പൊ റൂം വെക്കേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ആ റൂമിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് ചില സാധനങ്ങൾ ആ റൂമിൽ എന്ത് ചെയ്യും? അവരുടേതായ ബിലോങ്ങിങ്സ് ചിലപ്പോൾ ഇരിപ്പുണ്ടാവും. ചിലപ്പോൾ അത് അവർ ഉപേക്ഷിച്ച് പോയതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ മറന്നു വെച്ച് പോയതാവാം, അല്ലെ? അപ്പൊ നമ്മുടെ ആ ഹൗസ് കീപ്പിംഗ് സർവീസിലെ സ്റ്റാഫുകൾ ചെല്ലുമ്പോഴായിരിക്കും അത് കാണുന്നത്. ആ സമയത്ത് അവർ എന്ത് ചെയ്യണം? അങ്ങനെ പേഷ്യൻസോ വിസിറ്റേഴ്സോ ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ, സ്വകാര്യ വസ്തുക്കൾ എന്തെങ്കിലും ഉപേക്ഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെന്ത്? കീപ് ഓൺ ഐ ഓൺ ദ പേഴ്സൺ, അവരിൽ ഒരു കണ്ണ്, ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ആ റൂമുകൾ ക്ലീൻ ചെയ്യേണ്ടതെന്ന്. അപ്പൊ അങ്ങനെ എല്ലാ ഏരിയയും ക്ലീൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും പേഷ്യൻസിന്റേതായ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലും അതെന്ത് ചെയ്യണം? ബന്ധപ്പെട്ട ആളുകളെ ഏൽപ്പിക്കുക. അപ്പൊ ചിലപ്പോൾ അവർ ഉപേക്ഷിച്ചതായിരിക്കില്ല, അറിയാതെ അവരുടെ കയ്യിൽ നിന്ന് പോയതാവാം. അപ്പൊ അവരുടെ അന്വേഷിച്ച് വരുന്ന സമയത്ത് നമുക്ക് അത് തിരിച്ചു കൊടുക്കാനായിട്ടും അതുവഴി സാധിക്കുന്നുണ്ട്. സിക്സ്ത് വൺ ആണ് കോർഡിനേറ്റ് ക്ലീനിങ് എഫേർട്ട് വിത്ത് കഫറ്റീരിയ സ്റ്റാഫ്, വൈപ്പ് ആൻഡ് സാനിറ്റൈസ് ടേബിൾ ചെയർസ്. ഇനി ഹോസ്പിറ്റലിൽ കഫറ്റീരിയാസ് ഉണ്ടാവും, അല്ലെ? കഫേ പോലത്തെ നമ്മുടെ ടീം സ്നാക്സ് ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള കഫറ്റീരിയാസ് ഉണ്ടാവും, അല്ലെ? അവിടുത്തെ ജീവനക്കാരുമായിട്ട് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് കോർഡിനേറ്റ് ചെയ്താൽ സഹകരിക്കുക. ഈ കഫറ്റീരിയയിലെ ടേബിൾസ്, ചെയറുകളെല്ലാം കൃത്യമായിട്ട് തുടച്ച് സാനിറ്റൈസ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യുക. അതാണ് കോർഡിനേറ്റ് ക്ലീനിങ് എഫേർട്സ് വിത്ത് കഫറ്റീരിയ സ്റ്റാഫ്. കഫറ്റീരിയയുടെ ജീവനക്കാരോട് ഈ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ എന്ത് ചെയ്യണം? ക്ലീനിങ്ങിൽ കോർഡിനേറ്റ് ചെയ്ത് സഹകരിക്കുകയും അവിടുത്തെ ടേബിള്, ചെയറുകളൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് അത് വൈപ്പ് ചെയ്ത് തുടച്ച് സാനിറ്റൈസ് ചെയ്യുക. എന്ത് ചെയ്യുക? വളരെ തുടച്ച് വൃത്തിയാക്കി സാനിറ്റൈസ് ചെയ്ത് എന്ത് ചെയ്യുക? നിലനിർത്തുക. ഇത്രയും പോയിന്റ്സ്, ഒരു 6 പോയിന്റ്സ് ആണ് മിസ് പറഞ്ഞത്. ആ 6 പോയിന്റ്സും ക്ലിയർ ആണ്? ഓക്കെ ആണ്. Then 7th point നോക്കിയെന്നാ, check storage areas for cleanliness and signs of insects or rodents. ഇനി എന്താ? സ്റ്റോറേജ് ഏരിയകള്. നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ പല പല സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സ്റ്റോറേജ് ഏരിയാസ് ഉണ്ടാവും, അല്ലെ? നമ്മുടെ വീടുകളിൽ സ്റ്റോറേജ് ഏരിയാസ് ഇല്ലേ? ഓരോ സാധനങ്ങൾ സ്റ്റോർ റൂം ഒക്കെ ഇല്ലേ? അങ്ങനെയുള്ള സ്റ്റോറേജ് ഏരിയകള് ഇടയ്ക്കിടയ്ക്ക് ഇവർ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. എന്തിനാണ്? ഇടയ്ക്കാണെങ്കിലും ഡെയിലി ആണെങ്കിലും അത് ചെക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഫോർ ക്ലീനിനെസ്, അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യണം? ആ സ്റ്റോറേജ് ഏരിയയൊക്കെ വൃത്തിയായിട്ട് അത് ചെക്ക് ചെയ്ത് സൈൻസ് ഓഫ് ഇൻസെക്ട്സ്, എന്തെങ്കിലും ചെറിയ പ്രാണികൾ എന്തെങ്കിലോ, അതല്ലെങ്കിൽ റോഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എലിശല്യം, അല്ലെ? സ്റ്റോറേജ് ഏരിയയിൽ സ്വാഭാവികമായിട്ടും എലികളോ പ്രാണികളോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊന്നും ഇല്ലാതെ, അല്ലെ, എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഈ പറയുന്ന സ്റ്റോറേജ് ഏരിയാസ് നിലനിർത്താൻ വേണ്ടിയിട്ട് സ്റ്റോറേജ് ഏരിയാസ് ഫോർ ക്ലീനിനെസ് ആൻഡ് സൈൻസ് ഓഫ് ഇൻസെക്ട്സ് ഓർ റോഡൻസ്. ഇവിടെ സ്റ്റോറേജ് ഏരിയ ചെക്ക് ചെയ്യുക, അത് വൃത്തിയാക്കുക, അതിന് മുമ്പ് എന്ത് ചെയ്യുക? അവിടെ എന്തെങ്കിലും ഇൻസെക്ട്സ് അല്ലെങ്കിൽ ചെറിയ പ്രാണികളുണ്ടോ? ചിലപ്പോൾ പാറ്റ, വല്ലി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെ? അല്ലെങ്കിൽ എന്താ? റോഡൻസ്, എലി
എലിശല്യമുണ്ടോ ഇതെല്ലാം ഒഴിവാക്കി ഈ പറയുന്ന സ്റ്റോറേജ് ഏരിയ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കുക. Then 8th one ആണ് apply high stringent cleaning and sanitizing procedure to avoid the spread of germs and bacteria. എന്ത് ചെയ്യണം? highly stringent cleaning, നല്ല നേരെയുള്ള വൃത്തിയായ നല്ല രീതിയിൽ നേരെ എല്ലാ കാര്യങ്ങളും നല്ല നേരെയാക്കുക, നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നേരെയാക്കുകയും സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യുക. ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? to avoid the spread of germs and bacteria. ബാക്ടീരിയയുടെ ജെംസിന്റെയൊക്കെ സ്പ്രെഡ് അല്ലെങ്കിൽ പകരുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. അതുവഴി ഇൻഫെക്ഷൻസ് ഒന്നും ആർക്കും ഉണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടി ഹോസ്പിറ്റലിലെ എല്ലാ ഏരിയാസും വളരെ വൃത്തിയായിട്ട് നേരെയാക്കിയിടുക എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളുടെ ഡ്യൂട്ടിയാണ്. അതുവഴി ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവാതെ നമുക്ക് സ്പ്രെഡ് അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ജെംസിന്റെയും ബാക്ടീരിയസ് ഒക്കെ പകരുന്നത് തടയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. കിട്ടിയോ ലാസ്റ്റ് 2 പോയിന്റ്? ക്ലിയർ ആണോ? Okay. Then next നോക്കി properties of an ideal disinfectant. ഒരു ഐഡിയൽ ഡിസിൻഫെക്ടന്റ് അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ഡിസിൻഫെക്ടന്റ് ഉപയോഗിക്കാറില്ലേ? ഹാർപിക്, ലൈസോള്, ഫിനോയില്, അങ്ങനെ ഒരുപാട് പേരുകളിൽ അത് ലഭ്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിസിൻഫെക്ടന്റ് ഉപയോഗിക്കുമ്പോൾ ഒരു ഹൗസ് കീപ്പിങ്ങിന് വേണ്ടിയും ഈ പറയുന്ന കാര്യങ്ങൾ ആവശ്യമായിട്ട് വരും അല്ലെ. അപ്പൊ അതൊരു ഡിസിൻഫെക്ടന്റ് ഉപയോഗിക്കുമ്പോൾ ആ ഒരു ഡിസിൻഫെക്ടന്റ് വളരെ അനുയോജ്യം അല്ലെങ്കിൽ ഐഡിയൽ ആകണമെങ്കിൽ അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സവിശേഷതകൾ ആവശ്യമായിട്ടുണ്ട്. ആ ഡിസിൻഫെക്ടന്റിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മളിവിടെ താഴെ പറയാൻ പോകുന്നത്. നോക്കിയേ, ഫസ്റ്റ് വൺ should have an extensive antimicrobial spectrum. എന്താണ്? മൈക്രോബ്സിനെ ഏതിന്റെ 8th പോയിന്റ് ആണ്? മുൻപ് പഠിച്ചതാണോ? 8th പോയിന്റിൽ എന്താ പറയുന്നേ? അപ്ലൈ ഹൈ stringent cleaning and sanitizing procedures. എല്ലാം നല്ല വൃത്തിയായി നേരെയാക്കി നല്ല രീതിയിൽ നേരെയാക്കുക, ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. എന്തിനു വേണ്ടിയാണ് ഈ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്? ടു അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് ജേംസ് ആൻഡ് ബാക്ടീരിയ. ബാക്ടീരിയസും ജേംസും ഒക്കെ പകരുന്നത് തടയുന്നതിന് വേണ്ടി. അതുവഴി ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ ഓരോ ഭാഗവും നമ്മൾ നല്ല വൃത്തിയായി ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടിട്ട് നേരെയാക്കി എല്ലാ ഭാഗവും ഈ ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ എന്ത് ചെയ്യണം? നേരെയായി വൃത്തിയാക്കി ഇടുക എന്നുള്ളത് ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന്റെ ഡ്യൂട്ടിയാണ്. കിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കി നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫെക്ടന്റ്. ഒരു നല്ല ഡിസിൻഫെക്ടന്റ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താ? ഷുഡ് ഹാവ് ആൻ എക്സ്റ്റെൻസീവ് ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം. എന്താ? ഒരു ആന്റി മൈക്രോബിയൽ എന്ന് പറയുമ്പോൾ എന്താ? മൈക്രോബ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെ, മൈക്രോബ്സിന് എതിരായിട്ട് ഇങ്ങനെയുള്ള സൂക്ഷ്മാണുക്കളെ തടയാനായിട്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ കൊല്ലാനായിട്ടുള്ള ഒരു കഴിവ്, വിപുലമായ ഒരു കഴിവ് ഈ പറയുന്ന ഡിസിൻഫെക്ടന്റ് ഉണ്ടായിരിക്കണം. നമ്മൾ ഏതാണ് ലിക്വിഡ് അല്ലെങ്കിൽ ഏതാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് ഡിസിൻഫെക്ടന്റ്, ആ ഡിസിൻഫെക്ടന്റ് എങ്ങനെയായിരിക്കണം? മൈക്രോബ്സിന് എതിരെ പ്രവർത്തിക്കാനുള്ള ഒരു കഴിവായിരിക്കണം അതിനുണ്ടാവേണ്ടത്. ഒരു മൈക്രോബ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഈ ഒരു ഡിസിൻഫെക്ടന്റ് ഉപയോഗിക്കുമ്പോൾ അതിനെ പെട്ടെന്ന് കൊല്ലാൻ അല്ലെങ്കിൽ അതിനെ അങ്ങനെയുള്ള സൂക്ഷ്മാണുക്കളെ തടയാനായിട്ടുള്ള ഒരു വിപുലമായ കഴിവ് ഈ പറയുന്ന ഒരു ഡിസിൻഫെക്ടന്റിന് ഉണ്ടായിരിക്കണം. രണ്ടാമതായി പറയുന്നത് ഷുഡ് പ്രൊഡ്യൂസ് എ സ്വിഫ്റ്റ് കിൽ. എന്താണ് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ? വേഗത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസിനെയൊക്കെ പെട്ടെന്ന് കൊല്ലാനായിട്ടുള്ള ഒരു കഴിവ് ഈ പറയുന്ന ഡിസിൻഫെക്ടന്റ് ഉണ്ടായിരിക്കണം. നമ്മളൊരു സർഫസ് കണ്ടാമിനേറ്റ് ആയിട്ടുള്ള സർഫസ് കണ്ടാൽ ആ സർഫസിൽ ഈ ഒരു ലിക്വിഡ് നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു ഡിസിൻഫെക്ടന്റ് ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ പെട്ടെന്ന് അവിടുത്തെ മൈക്രോബ്സിനെ കൊല്ലാനായിട്ട് ഈ ഒരു ഡിസിൻഫെക്ടന്റ് കഴിവുണ്ടായിരിക്കണം. അത് കൊന്നില്ലെങ്കിൽ എന്താ പറ്റുക? അത് പിന്നെയും സ്പ്രെഡായി ഓരോ സ്ഥലങ്ങളിലേക്ക് പോകും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിൽ വേഗത്തില് അവിടെ അതിനെ കൊല്ലാനായിട്ടുള്ള ഒരു കഴിവ് ഈ പറയുന്ന നല്ലൊരു ഐഡിയൽ ഡിസിൻഫെക്ടന്റിന് ഉണ്ടായിരിക്കണം. 2 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞേ? ഷുഡ് ഹാവ് ആൻ എക്സ്റ്റെൻസീവ് ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം. നല്ലൊരു ആന്റി മൈക്രോബിയൽ എന്താ? മൈക്രോബ്സിന് എതിരെ പ്രവർത്തിക്കാനായിട്ട് ഈ മൈക്രോബ്സിനെയൊക്കെ സൂക്ഷ്മാണുക്കളെയൊക്കെ തടയാനോ അല്ലെങ്കിൽ കൊല്ലാനോ നശിപ്പിക്കാനോ ഒരു കഴിവ്, വിപുലമായ ഒരു കഴിവ് ഒരു ഐഡിയൽ ഡിസിൻഫെക്ടന്റിന് ഉണ്ടായിരിക്കണം. രണ്ടാമതായി നമ്മൾ പറഞ്ഞത്
should produce a swift kill. പെട്ടെന്ന് അല്ലെങ്കിൽ വേഗത്തിൽ ഈ പറയുന്ന മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലാനുള്ള ഒരു കഴിവ് ഈ ഐഡിയൽ ഡിസിൻഫെക്ടന്റിന് ഉണ്ടായിരിക്കണം. Third one എന്താ? should be working in the presence of organic matter. For example, blood, sputum, feces and compatible with soaps, detergent and other chemicals encountered in use. ഇനി എന്താണ് third point പറയുന്നത്? should be working in the presence of organic matter. ഇപ്പൊ എന്തെങ്കിലും ഒരു ഭാഗം ഒരു ഏരിയയിലെ ബ്ലഡ് വഴി കണ്ടാമിനേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവാം. സ്ഫുടം എന്ന് പറയുന്നത് കഫം മൂലം എന്തെങ്കിലും കണ്ടാമിനേറ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ടാവാം. ഫീസസ് എന്ന് പറയുന്ന മല. അപ്പൊ ഈ പറയുന്ന 3 ഭാഗങ്ങളുമായിട്ട് ഇങ്ങനെയുള്ള ഈ ഓർഗാനിക് മാറ്റേഴ്സ് വഴി കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിൽ കൂടി ആ ഒരു ഇതിന്റെയൊക്കെ പ്രസൻസിൽ പോലും ഒരു ബ്ലഡ് വഴിയുള്ള സ്റ്റെയിൻ ഉണ്ട് അല്ലെങ്കിൽ ബ്ലഡ് വഴി ഒരു ഏരിയ കണ്ടാമിനേറ്റഡ് ആയി ആ ഏരിയയിലും നമുക്ക് ഇത് വർക്ക് ചെയ്യാനായിട്ട് ഡിസിൻഫെക്ട് എന്ന് പറയുന്നത് അണുവിമുക്ത അല്ലെങ്കിൽ അണുനാശിനി നമുക്ക് എന്താണ് അണുവിമുക്തമാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ലിക്വിഡ്സ് ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഡിറ്റർജൻസ് പോലെയുള്ള കാര്യങ്ങളാവാം. അതാണ് കേട്ടോ അണുനാശിനി എന്ന് നമുക്ക് പറയാം അല്ലെ. നോക്കി ഇനി അപ്പൊ ബ്ലഡ്, സ്പുട്ടം എന്താ കഫം അല്ലെ, എന്താണ് ഫീസസ്, മല. അപ്പൊ ഇതിനൊക്കെ വഴി എന്താണ് ഇതിനൊക്കെ ഓർഗാനിക് മാറ്റേഴ്സ് ഇങ്ങനെയുള്ള ഈ ഓർഗാനിക് മാറ്റേഴ്സ് വഴി കണ്ടാമിനേറ്റഡ് ആവുന്ന സർഫസുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പൊ ഒരു കറ വന്നാൽ അല്ലെങ്കിൽ ബ്ലഡിന്റെ എന്താണ് ഒരു സ്റ്റെയിൻ വന്നാല് ബ്ലഡ് വഴി കണ്ടാമിനേറ്റ് ആയാലും അതൊക്കെ പൂർണ്ണമായിട്ടും അവിടെ വൃത്തിയാക്കാനായിട്ട് അല്ലെങ്കിൽ അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസിൻഫെക്ടന്റ് ആയിരിക്കണം നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്. ആൻഡ് കമ്പാറ്റബിൾ വിത്ത് സോപ്പ് എന്താ കമ്പാറ്റബിൾ എന്ന് പറഞ്ഞാൽ അനുയോജ്യമാവുക. ഇത് സോപ്പ് ഇപ്പൊ സോപ്പിന്റെ കൂടെയാണെങ്കിലും അല്ലെങ്കിൽ ഡിറ്റർജൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് കെമിക്കൽസ് ഒക്കെ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അനുയോജ്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം ഒരു ഐഡിയൽ ഡിസിൻഫെക്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് തേർഡ് പോയിന്റ് പറഞ്ഞേ? ഷുഡ് ബി വർക്കിംഗ് in the presence of ബ്ലഡിന്റെ പ്രസൻസിലാവാം, അല്ലെങ്കിൽ ഫീസസിന്റെ പ്രസൻസിൽ അതുമായി ബന്ധപ്പെട്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സർഫസുകളിൽ പോലും നമുക്ക് ഈ ഒരു ഡിസിൻഫെക്ടന്റ് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. രണ്ടാമത് പറഞ്ഞില്ല സോപ്പ്, ഡിറ്റർജന്റ് അല്ലെങ്കിൽ മറ്റ് കെമിക്കൽസ് ഒക്കെ ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ അനുയോജ്യമായിട്ട് നമുക്ക് ഈ ഒരു ഐഡിയൽ ഡിസിൻഫെക്ടന്റ് ഉപയോഗിക്കാനും സാധിക്കണം. ഫോർത്ത് പറഞ്ഞില്ല ഷുഡ് നോട്ട് ബി ഡേഞ്ചറസ് ടു ദ യൂസർ ഓർ പേഷ്യന്റ്. അവിടെ യൂസറിന് അപ്പൊ ഉപയോഗിക്കുന്ന വ്യക്തിക്കാവാം അല്ലെങ്കിൽ പേഷ്യൻസിനോ യാതൊരുവിധ അപകടങ്ങളോ അല്ലെങ്കിൽ അപകട സാധ്യതകളോ ഈ പറയുന്ന ഡിസിൻഫെക്ടന്റ് ഉപയോഗിക്കുന്നത് വഴി ഉണ്ടാവാൻ പാടില്ല. ഉപയോഗിക്കുന്ന ആൾക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, പേഷ്യൻസിനോ യാതൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അപകട സാധ്യതകളോ ഈ ഒരു ഡിസിൻഫെക്ടന്റ് ഉപയോഗിക്കുന്നത് വഴി വരാൻ പാടില്ല. Then next one, should not corrode instruments and metallic surfaces and should not cause the destruction of cloth, rubber, plastic and other materials. ഇനി എന്താണ് should not corrode ചെയ്യാന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഇപ്പൊ ഈ ഒരു ഡിസിൻഫെക്ടന്റ് നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റിന് മുകളിൽ വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു മെറ്റാലിക് സർഫസ് എന്ന് പറയുന്ന ലോഹപ്രതലങ്ങൾ അല്ലെ ആ ലോഹമായിട്ടുള്ള അങ്ങനെയുള്ള സർഫസുകളിൽ നമ്മൾ ഉപയോഗിക്കുകയാണ്. ആൻഡ് ഷുഡ് നോട്ട് കോസ് ദ ഡിസ്ട്രക്ഷൻ. ഇനി എന്താണ് തുണികൾ നമ്മൾ എന്ത് ചെയ്യും, തുണികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോ അല്ലെങ്കിൽ റബ്ബർ, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മറ്റ് മെറ്റീരിയൽസുമായിട്ടൊക്കെ ഈ ഒരു ഡിസിൻഫെക്ടന്റ് കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് അതിനൊന്നും യാതൊരുവിധ നാശനഷ്ടങ്ങളോ കേടുപാടുകളോ സംഭവിക്കാൻ പാടില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. They should not corrode instruments. ഒരു ഉപകരണവുമായി ബന്ധപ്പെട്ടത് കോണ്ടാക്റ്റിൽ വരുന്നതാവാം, അല്ലെങ്കിൽ ഒരു മെറ്റാലിക് സർഫസ് ലോഹപ്രതലവുമായി ഈ ഒരു ഡിസിൻഫെക്ടന്റ് നാശിനി കോണ്ടാക്റ്റിൽ വരുന്നതാവാം. And should not cause the destruction of cloth. അല്ലെങ്കിൽ തുണികളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴോ റബ്ബർ, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മറ്റു മെറ്റീരിയൽസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴോ ആ പറയുന്ന സാധനങ്ങൾക്കൊന്നും യാതൊരുവിധ നാശനഷ്ടങ്ങളോ കേടുപാടുകളോ ഈ ഒരു ഡിസിൻഫെക്ടന്റ് വഴി ഉണ്ടാവാൻ പാടില്ല. നെക്സ്റ്റ് വരുന്നത് ഈസി ടു യൂസ് വിത്ത് ക്ലിയർ ലേബൽ ഡയറക്ഷൻ. ഈ പറയുന്ന ആ ഒരു ചിലപ്പോൾ ഒരു ബോട്ടിലായിരിക്കാം, കവറിലായിരിക്കാം ഈ ഡിസിൻഫെക്ടന്റ് ഉണ്ടാവുക. അതിൽ കൃത്യമായിട്ട് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കണം. അതുവഴി നമുക്ക് പെട്ടെന്ന് അത് ഉപയോഗിക്കാനും സാധിക്കണം. ഒരു ബോട്ടിൽ വാങ്ങുമ്പോൾ കണ്ടിട്ടുണ്ടോ ഡിസിൻഫെക്ടന്റ് ആയിട്ട് എന്തെങ്കിലും ഹാർപ്പിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ലൈസോളോ ഒക്കെ വാങ്ങുന്ന സമയത്ത് അതിന്റെ മുകളിൽ എങ്ങനെയായിരിക്കണം, എത്ര പെർസെന്റേജിലായിരിക്കണം ഇത് ഡൈല്യൂട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും. ഇൻസ്ട്രക്ഷൻസ് എഴുതി കണ്ടിട്ടില്ലേ?
കണ്ടിട്ടില്ലേ ഇൻസ്ട്രക്ഷൻസ് എഴുതിയത്? അപ്പൊ അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ബോക്സിന് മുകളിലായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു കവറിന്റെ മുകളിലായിരിക്കാം, അതെല്ലാം കൃത്യമായിട്ട് ലേബൽ ചെയ്ത് എഴുതിയിട്ടുണ്ടാവണം. അതുവഴി നമുക്ക് ഈസി ആയിട്ട് അത് ഉപയോഗിക്കാനും സാധിക്കണം. നെക്സ്റ്റ് ആണ് ഷുഡ് ഹാവ് എ കൺജീനിയൽ ഓർഡർ. കൺജീനിയൽ ഓർഡർ എന്ന് പറയുന്നത് വളരെ സുഖകരമായിട്ടുള്ള ഒരു മണമായിരിക്കണം, അല്ലേ? ഓർ നോ ഓർഡർ, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, മണം ഉണ്ടാവാൻ പാടില്ല. അതേസമയം വളരെ ദുർഗന്ധത്തോടുകൂടി ഒരു മണമാണെങ്കിൽ നമുക്ക് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, അല്ലെ? ഇപ്പൊ ഡെയിലി റൊട്ടീൻ യൂസ്, ദിവസേനയുള്ള പതിവായ ഉപയോഗത്തിനായിട്ട് ഈ പറയുന്ന ഡിസിൻഫെക്റ്റന്റ് എങ്ങനെയായിരിക്കണം? നല്ല സുഖകരമായ ഒരു മണം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ മണമില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാൽ സമയം എന്താണ്, ഒരുപാട് ദുർഗന്ധങ്ങളോ മറ്റു രീതിയിലുള്ള സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഡിസിൻഫെക്റ്റന്റിലോ ഉണ്ടാവാൻ പാടില്ല. ആൻഡ് ഷുഡ് നോട്ട് ബി പ്രൊഹിബിറ്റീവ്ലി ഹൈ ഇൻ കോസ്റ്റ്. നിർബന്ധമായിട്ടും എന്താണ് അവിടെ തടയുന്നത്? പ്രൊഹിബിറ്റ് ചെയ്യുന്നവർ നിയന്ത്രിക്കുക, അല്ലെ? എന്താണ് ഹൈ ഇൻ കോസ്റ്റ്? ഒരിക്കലും ഹൈ ഇൻ കോസ്റ്റ് ആവാൻ പാടില്ല. ചിലവുകൾ എന്ത് ചെയ്യാൻ പാടില്ല? കൂടാനായിട്ട് പാടില്ല. എന്താണ് കൊറോഡ? കൊറോഡ എന്ന് പറയുന്നത് നശിപ്പിക്കുക. നോക്കിയേ, ഒരുപാട് ഹൈ കോസ്റ്റില് ഒരുപാട് ചിലവ് വരുന്ന രീതിയിലുള്ള ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു ഡിസിൻഫെക്റ്റന്റ് ആവരുത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഡിസിൻഫെക്റ്റന്റ് നല്ല ഐഡിയൽ ആവണമെങ്കിൽ അത് കോസ്റ്റ് വളരെ കുറവായിരിക്കണം. Then should be soluble as water. നമ്മൾ വെള്ളം ലയിക്കുന്നത് പോലെ, നമ്മൾ ഈ ഒരു വെള്ളത്തിൽ നമ്മൾ ലിക്വിഡിലല്ലേ, വെള്ളത്തിലല്ലേ അത് ലയിപ്പിക്കുന്നത്, അല്ലെ? അതുപോലെ തന്നെ വെള്ളത്തിലൊക്കെ നല്ല രീതിയിൽ ലയിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്താണ് സോലബിൾ ആവുന്ന രീതിയിലുള്ളവയായിരിക്കണം ഒരു ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഷുഡ് ബി സ്റ്റഡി കോൺസെൻട്രേറ്റ് ആൻഡ് യൂസ് ഡൈല്യൂഷൻ. എന്താണ് നമുക്കറിയാം, നമ്മുടെ വീടുകളിലെ ബോട്ടിൽ മേടിക്കുമ്പോൾ ആ ബോട്ടിൽ നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് തിക്കായിട്ട് ഇരിക്കുന്ന ഒരു സൊല്യൂഷൻ ആയിരിക്കില്ലേ അത്, ഇല്ലേ? ഭയങ്കര തിക്കായിട്ട് നല്ല കട്ടിയിലിരിക്കായിരിക്കും, കോൺസെൻട്രേറ്റഡ് ആയിട്ടായിരിക്കും, അല്ലെ? അതേസമയം അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നേ? ഡൈല്യൂട്ട് ചെയ്താണ് ഉപയോഗിക്കുന്നത്, അല്ലെ? നേർപ്പിച്ചല്ലേ ഉപയോഗിക്കുന്നത്? വെള്ളത്തിലോ മറ്റേതെങ്കിലും ഒന്നിലോ ഒഴിച്ചിട്ട് നമ്മള് ഡൈല്യൂട്ട് ചെയ്ത്, അപ്പൊ അങ്ങനെ നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് നല്ല കട്ടിയുള്ള രീതിയിൽ ഇരിക്കുന്ന ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഇരിക്കുന്നവയാവാം. അതിനുശേഷം നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റണം? ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. ആൻഡ് ഷുഡ് ഹാവ് ഗുഡ് ക്ലീനിങ് പ്രോപ്പർട്ടീസ്. നല്ല ക്ലീനിങ് പ്രോപ്പർട്ടീസ് ഉള്ളവയും കൂടിയായിരിക്കണം. ആൻഡ് ഷുഡ് നോട്ട് ഹാം ദ എൻവയോൺമെന്റ് ഓൺ ഡിസ്പോസൽ. ഇത് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എൻവയോൺമെന്റ് പരിസ്ഥിതിക്ക് ദോഷമുണ്ടാകുന്ന രീതിയിൽ ആവുകയും ചെയ്യരുത്. എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ്. എന്താ ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞേ? നല്ലൊരു മൈക്രോബ്സിനെതിരായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു വിപുലമായ കഴിവ് നല്ലൊരു ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ് ഉണ്ടാവണം. രണ്ടാമത് പറഞ്ഞത് പെട്ടെന്ന് ഈ അണുക്കളെയും കീടാണുക്കളെയും മൈക്രോബ്സിനൊക്കെ പെട്ടെന്ന് കൊല്ലാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. മൂന്നാമത് പറഞ്ഞില്ല, ബ്ലഡോ സ്പൂട്ടമോ ഫീസസോ മുതലായവയുമായി ബന്ധപ്പെട്ട് കണ്ടാമിനേറ്റഡ് ആവുന്ന അല്ലെങ്കിൽ മലിനമാവുന്ന സർഫസുകളിലൊക്കെ പെട്ടെന്ന് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ളവയായിരിക്കണം നല്ലൊരു ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോപ്പ്, ഡിറ്റർജന്റ്, മറ്റു കെമിക്കൽസ് ഒക്കെ ഉപയോഗിക്കുന്നതോടൊപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നവയ്ക്ക് അനുയോജ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നവ കൂടിയായിരിക്കണം. നെക്സ്റ്റ് എന്താ നമ്മൾ പറഞ്ഞത്? യൂസറിന് ഉപയോഗിക്കുന്ന യൂസറിനും യാതൊരുവിധ ദോഷങ്ങളും വരാൻ പാടില്ല. അതുപോലെ പേഷ്യൻസിനും യാതൊരുവിധ അപകടങ്ങളോ കാര്യങ്ങളോ ഈ ഒരു ഡിസിൻഫെക്ഷനിൽ നിന്നും വരാൻ പാടില്ല. നെക്സ്റ്റ് പറഞ്ഞ എന്താ? എന്തെങ്കിലും ഉപകരണങ്ങളുമായിട്ട് ഇത് കോണ്ടാക്റ്റിൽ വരുമ്പോഴോ, മെറ്റാലിക് സർഫസ് ലോഹപ്രതലങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴോ, ക്ലോത്ത്, റബ്ബർ, പ്ലാസ്റ്റിക്, മറ്റു മെറ്റീരിയൽസ് മുതലായവയുമായിട്ട് ഈ ഒരു ഡിസിൻഫെക്റ്റന്റ് കോൺട്രാക്റ്റിൽ വരുന്ന സമയത്ത് ഈ പറയുന്ന സാധനങ്ങൾക്കൊന്നും ഈ ഒരു ഡിസിൻഫെക്റ്റന്റ് വഴി യാതൊരു രീതിയിലുള്ള നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ അത് നശിക്കാനോ അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിക്കാനോ പാടില്ല. നെക്സ്റ്റ് എന്താ പറഞ്ഞേ? ഈസി ടു യൂസ് വിത്ത് ക്ലിയർ ലേബൽ ഡയറക്ഷൻ. കൃത്യമായിട്ട് ആ ഒരു ബോട്ടിലിന്റെ മുകളിൽ ആ ഒരു കവറിന്റെ മുകളിൽ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ലേബൽ ചെയ്ത നിർദ്ദേശങ്ങൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരിക്കണം. അതുവഴി നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാനും പറ്റണം. ഷുഡ് ഹാവ് കൺജീനിയൽ ഓർഡർ. വളരെ സുഖകരമായിട്ടുള്ള ഒരു മണമായിരിക്കണം, അല്ലെങ്കിൽ മണം ഉണ്ടാവാനും പാടില്ല. ഇതിൽ ഒരുപാട് ദുർഗന്ധമുള്ള മണങ്ങളോ സ്മെല്ലുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അവിടെ നല്ല ദിവസേന ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്.
ആണ്. Then should not be prohibitively high in cost. ഒരിക്കലും നിർബന്ധമായിട്ടും അവിടെ എന്താണ് നിർബന്ധമായിട്ടും അല്ലെങ്കിൽ നിയന്ത്രണമായിട്ട് പറയുന്ന കാര്യം എന്താ? ഹൈ ഇൻ കോസ്റ്റ്, ഒരിക്കലും ഉയർന്ന ചിലവ് വരുന്നവയാവരുത് ഒരു ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ? വെള്ളത്തിൽ ലയിക്കുന്ന രീതിയിലുള്ളവയായിരിക്കണം. Then നല്ല രീതിയിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരുന്ന് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റണം? ഡൈല്യൂട്ട് ചെയ്ത് കുറച്ചെടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ നിറപ്പിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നവയായിരിക്കണം. ഷുഡ് ഹാവ് ഗുഡ് ക്ലീനിങ് പർപ്പസ്, നല്ലൊരു ക്ലീനിങ് പർപ്പസ് ഉള്ളവയായിരിക്കണം. ഷുഡ് നോട്ട് ഹാം ദ എൻവയോൺമെന്റ് ഓർ ഡിസ്പോസൽ, ഡിസ്പോസ് ചെയ്യും അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്ത് ഉപയോഗിച്ച് നമ്മൾ നിർമ്മാർജ്ജനം ചെയ്ത് കഴിയുമ്പോൾ അവസാനം അല്ലെ ഡിസ്പോസ് ചെയ്യാനായിട്ട് ഇടുന്ന സമയത്ത് അവിടെ ആ ഒരു എൻവയോൺമെന്റിന്റെ പരിസ്ഥിതിയെ ദോഷകരമായി അത് ബാധിക്കുകയും ചെയ്യരുത്. ഇതെല്ലാം നല്ലൊരു ഐഡിയൽ ഡിസിൻഫെക്റ്റന്റിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു. Thank you, ma'am.